കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, യൂട്യൂബിലാണേലും സൂമിലാണേലും ലൈവിലും അല്ലാതെയൊക്കെ ഞങ്ങളെ കാണുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരാമെന്ന് നമ്മോട് അരുളി ചെയ്ത യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ധ്യാനിച്ചപ്പോൾ, ചോദിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്നൊരു സബ്ജക്റ്റാണ് ഇന്നത്തെ സബ്ജക്റ്റ്, മാന്റിൽ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ആവരണം. ഒട്ടും ചെറിയൊരു സബ്ജക്റ്റ് അല്ല. നമുക്കതൊരു മെസ്സേജ് രൂപത്തിൽ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ദൈവകൃപയെ ശരണപ്പെടാമെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. മാന്റിൽ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ആവരണം. മാന്റിൽ എന്ന് പറയുന്നത് ഒരു ആവരണമാണ്. നിങ്ങളുടെ വാഗോണ്ട് പറഞ്ഞ ആവരണം. ആവരണം എന്ന് പറഞ്ഞാൽ എന്താ? പൊതിഞ്ഞിരിക്കുന്ന ഒന്ന്. ഒരു വസ്തുവിൻ്റെ പുറത്ത് പൊതിഞ്ഞിരിക്കുന്ന ഒന്നാണ് ആവരണം. എന്നാൽ ദൈവത്തിൻ്റെ മാന്റിൽ എന്ന വാക്കിന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. കേവലം ഒരാവരണം എന്ന ഒരു അർത്ഥം കൊടുത്ത് നമുക്ക് പൂർത്തി വരുത്താൻ കഴിയുന്ന ഒരു വാക്കല്ല. ദൈവം നമുക്ക് നൽകുന്ന ആവരണം. പലതരത്തിലുള്ള ആവരണങ്ങൾ നമുക്ക് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ കാണാൻ പറ്റും, പലതരത്തിലുള്ള ആവരണം. എന്നാൽ ഇന്നത്തെ ഈ ആവരണം, ഈ സന്ദേശം കേൾക്കുന്ന, ഈ പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നതും, ഈ ആവരണത്തിനകത്തുള്ള ദൈവിക ഉദ്ദേശത്തെ പ്രതിഫലിക്കുന്നതിന് തടസ്സപ്പെടുത്തുന്നതിനെ തകർക്കുന്ന ഒന്നുമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. ദൈവത്തിന് സ്തോത്രം. ഓക്കെ, ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് എന്നോട് കൂടെ ചേർന്ന് വിശ്വസിക്കാൻ പറ്റുന്ന എത്ര ദൈവമക്കളുണ്ട്? അവർ ദൈവസന്നിധിയിൽ ഒന്ന് കരങ്ങൾ ഉയർത്തി പറഞ്ഞ്, കർത്താവേ, ഇന്നൊരു ആവരണം അവിടുന്ന് എൻ്റെ മേൽ ഇടണമെന്നൊന്ന് പറഞ്ഞ്, കർത്താവേ, ഒരാവരണം ഇന്ന് എൻ്റെ മേൽ അങ്ങ് പകരണം. എൻ്റെ മേൽ ഇന്നൊരു മാന്റിൽ വീഴണം. ദൈവത്തിൻ്റെ മാന്റിൽ ഒരു വ്യക്തിയുടെ മേൽ വെറുതെ വരികയില്ല. എന്താണ് ശരിക്കും പറഞ്ഞാൽ മാന്റിൽ, അല്ലെങ്കിൽ മാന്റിൽ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മാന്റിൽ ദൈവം ഒരു വ്യക്തിയുടെ മേൽ പകരുന്നത് സിംബോളിക് പർപ്പസിന് വേണ്ടിയിട്ടാണ്. വെറുതെ ഒരു വ്യക്തിയുടെ മേൽ ദൈവം ഒരു ആവരണം ഇടത്തിൽ. ഈ ആവരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനിങ്ങനെ കണ്ടാൽ മതി. ഏലിയാവ് ധരിച്ചിരുന്നതും, ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ ഏലീശയിലേക്ക് കൈമാറിയതും ഒരു മാന്റിലാണ്. അതൊരാവരണമാണ്, അതൊരു പുതപ്പാണ്. നമ്മൾ പുതപ്പ് എന്ന് അതിനെ പറയുന്നല്ലേ. പക്ഷെ അത് ദൈവത്തിൻ്റെ ഒരു മാന്റിൽ ആ മനുഷ്യൻ്റെ മേൽ വീണതായിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിലും, നിങ്ങൾക്ക് ക്രിസ്തീയ ജീവിതത്തിൽ നല്ല പോരാളികളായി തീരണമെങ്കിലും, നല്ലൊരു ഭടനായി തീരണമെങ്കിലും, നിങ്ങൾക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ഒരു മിനിസ്റ്ററായി മാറണമെങ്കിലും, നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് മുൻപോട്ട് പോകണമെങ്കിലും ഈ മാന്റിൽ നിന്റെ മേൽ വീഴണം. ദൈവം ഒരു വ്യക്തിയെ കാണുന്ന സമയം തന്നെ, ഇനി എന്നെ ശ്രദ്ധിക്കണേ, ദൈവം ഒരു വ്യക്തിയെ കാണുന്ന സമയം തന്നെ അവന് വേണ്ടി ദൈവം ഒരു മാന്റിൽ ഒരുക്കും. ശ്രദ്ധിച്ച് കേൾക്കണേ. ദൈവം ഒരു വ്യക്തിയെ കാണുന്ന സമയം തന്നെ അവന് വേണ്ടി ദൈവം ഒരു മാന്റിൽ, അവൻ്റെ മേൽ ഇടാൻ ദൈവം ഒരു മാന്റിൽ പ്ലാൻ ചെയ്യും. പക്ഷെ ആദ്യം അവൻ്റെ മേൽ ഇടത്തില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ട സമയത്തിലുടൻ നിങ്ങൾക്കൊരു സംരക്ഷണം കിട്ടും. പക്ഷേ ഒരു മാന്റിൽ നിങ്ങളുടെ മേൽ ദൈവം പകരണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. സം ടൈം എന്ന് പറയുന്നതിനേക്കാൾ അധിക സമയം എടുക്കുമെന്ന് വേണമെങ്കിൽ പറയുന്നതിൽ എനിക്ക് തെറ്റില്ല, ചില വചനങ്ങൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ ഒരു കാര്യം,
ദൈവം ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ മേൽ ഒരു ആവരണം ഇടണമെന്ന് ദൈവം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മാന്റിൽ അവൻ്റെ മേൽ പകരണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ദൈവം അത് അവന് എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നല്ല നോക്കുന്നത്, എങ്ങനെ അവൻ്റെ മേൽ ആ സമയം പൂർത്തീകരിച്ച് അവൻ്റെ മേൽ അത് ഇടാന്നാ കർത്താവ് നോക്കുന്നത്. സ്തോത്രം. മാന്റിൽ എന്താണെന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറയാം. ദ മാന്റിൽ റെപ്രസെന്റഡ് എ മാൻസ് ഗിഫ്റ്റ്, the call of God and the purpose for which God had called him. ദൈവം ഒരു വ്യക്തിയെ വിളിച്ച വിളിയെ, അല്ലെങ്കിൽ ദൈവം ഒരു വ്യക്തിയെ വിളിച്ചിരിക്കുന്ന വിളിയെ, ഒരു പർപ്പസിന് വേണ്ടിയിട്ട് വിളിച്ചിരിക്കുന്ന ഒരു വിളിയെ, ആ വിളിക്ക് വേണ്ടി, ആ വിളിയുമായി ബന്ധപ്പെട്ട് അവൻ എന്ത് ശുശ്രൂഷ ചെയ്യാൻ അവനെ വിളിച്ചിരിക്കുന്നോ, എന്തൊരു പർപ്പസിന് വേണ്ടി അവനെ വിളിച്ചിരിക്കുന്നോ, ആ വിളിക്ക് വേണ്ടി അവൻ്റെ മേൽ ദൈവം ഇടുന്ന ഒരഭിഷേകമെന്നോ, ഒരു നിയോഗമെന്നോ, ഒരു പുതപ്പെന്നോ, ഒരാവരണമെന്നോ, എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ പറയാം. ആ വിളിയെ നമുക്ക് മാന്റിൽ എന്ന് പറയാം. ഒരു പ്രൊഫറ്റിൻ്റെ മേൽ ഒരു മാന്റിൽ ഇടുമ്പോൾ അയാളുടെ മേൽ കിടക്കുന്നത് ഒരു പ്രൊഫറ്റിക്കൽ മാന്റിലാണ്. ചില സിംബോളിക് പർപ്പസിന് വേണ്ടി ദൈവം ഇട്ടിരിക്കുന്നത് ഈ മാന്റിലാണ്. ഇവൻ്റെ മേൽ കിടക്കുന്ന മാന്റിൽ അല്ലെങ്കിൽ ആ ശുശ്രൂഷ, നമ്മളതിന് അഭിഷേകമെന്നും പറയും, തെറ്റില്ല, അഭിഷേകം എന്ന് പറയുന്നതിലും തെറ്റില്ല. പക്ഷെ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവം എനിക്ക് തന്ന റെവലേഷൻ അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന, എനിക്ക് ദൈവം തന്ന ബോധ്യത്തിനനുസരിച്ച് ഞാൻ പറയുന്നതാണ്, ഈ മാന്റിൽ ഒരു വ്യക്തിയുടെ മേൽ വീണതിന് ശേഷമുള്ള ശുശ്രൂഷകൾക്ക് വ്യത്യാസമുണ്ട്. ഈ മാന്റിൽ ഒരു വ്യക്തിയുടെ മേൽ വീണതിന് ശേഷമുള്ള ശുശ്രൂഷയ്ക്ക് വ്യത്യാസമുണ്ട്. അവനെ ഒരു വ്യക്തി കൈവച്ച് അഭിഷേകം ചെയ്ത് അവൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ അത്ഭുതം നടക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അവന്റെ താല്പര്യം കൊണ്ടും അവന്റെ ദാഹം കൊണ്ടും പെട്ടെന്ന് അവന് ലഭിച്ച ഒരു അവസരത്തിൽ അവൻ ഒരു മെസ്സേജ് പറഞ്ഞു. അതിന് ദൈവം എതിരാണെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ലെങ്കിൽ അവൻ ഒരു വ്യക്തി ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അതിന് ദൈവം എതിരാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഈ ശുശ്രൂഷയ്ക്ക് ശേഷം അവന്റെ മേലൊരു മാന്റിൽ വീണാൽ, ഒരു മാന്റിൽ അല്ലോട്ട്, ഒരു മാന്റിലിന്റെ പരമ്പര തന്നെ ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കാൻ കഴിയും. ഓ റാമാഖായ സീഖാമ, മനസ്സിലായോ നിങ്ങൾ? ഒരു മാന്റിലിന്റെ പരമ്പര തന്നെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കാൻ കഴിയും. നമുക്ക് വരാം, ആ സബ്ജക്റ്റിലോട്ട് വരാം. വീണ് കഴിഞ്ഞാൽ അവൻ ശുശ്രൂഷ തുടങ്ങിയതുപോലെ ആയിരിക്കത്തില്ല ഈ മാന്റിൽ അവന്റെ മേൽ വീണതിന് ശേഷം. കാരണം പല സിംബോളിക് പർപ്പസും അവനെ കൊണ്ട് നടത്തിയെടുക്കും ദൈവം. പ്രതീകാത്മകമായ പല പ്രവൃത്തികളും പരിശുദ്ധാത്മാവിന്റെ ഈ ആവരണത്തിന്റെ ശക്തിയാൽ, അധികാരത്താൽ അവൻ ചെയ്തെടുക്കും. പ്രത്യേകിച്ച് നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ പ്രവാചകനിൽ നിന്ന് പ്രവാചകനിലേക്ക് വീണ ഒരു മാന്റിൽ, അത് ദൈവമാണ് കൊടുക്കുന്നത്. ഏലിയാവിൽ നിന്ന് ഏലീശായിലേക്ക് വീണ ഒരു മാന്റിൽ, ഏലിയാവിൽ നിന്ന് ഏലീശായിലേക്ക് വീണ മാന്റിൽ, വീണതിന് ശേഷമുള്ള ഏലിയാവിന്റെ ശുശ്രൂഷ, ഏലീശായുടെ ശുശ്രൂഷ പഠിച്ചാൽ ഡബിൾ എഫക്റ്റ് ആയിരുന്നു ആ മനുഷ്യന്റെ ശുശ്രൂഷയിൽ വെളിപ്പെട്ടത്. നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ മാന്റിൽ വീണാൽ മതി. ഈ മാന്റിൽ വീണാൽ മതി. ഈ മാന്റിൽ വീണാൽ മതി. ഞാനിപ്പോൾ റെഫറൻസ് എടുക്കുന്നില്ല. ഞാൻ വചനത്തിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വചനം തന്നെ. ഞാനിപ്പോൾ വചനം തൊടുന്നില്ല, വചനത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഞാൻ ആദ്യം ഒരു ശരിയായ ഒരു രീതിയിൽ ഞാൻ ഇതിനൊന്ന് കൊണ്ട് നിർത്തട്ടെ. കാരണം ഇതൊന്നും ഈ പഠിച്ചു പറയുന്ന അല്ലാത്തത് കൊണ്ട്, അപ്പോഴപ്പോഴപ്പോഴപ്പോഴും കർത്താവ് തരുന്ന ആയതുകൊണ്ട് ഞാൻ പിന്നെ വചനം എടുത്തിട്ട് ഈ വല്ലാത്ത രീതിയിൽ എല്ലായിടത്തും നടപ്പുള്ളത് പോലെ ഞാൻ ഈ മെസ്സേജിനെ നടത്താൻ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന് പറയാനുള്ള പറയത്തില്ല.
ആദ്യം ഒരു വചനം എടുത്ത് കുറിവാക്കി എടുത്ത് ഒരു വ്യക്തിയെ കൊണ്ട് വായിപ്പിച്ച് അങ്ങനെ പറഞ്ഞ് എല്ലായിടത്തും അങ്ങനെ നടക്കുന്ന പോലെ ഇവിടെ അങ്ങനെ നടത്താൻ നിന്നാൽ ഇതിനകത്ത് ശുശ്രൂഷകൾക്ക് വ്യത്യാസം വരും. എൻ്റെ ബുദ്ധി അതിൻ്റെ ഇടയിൽ കയറും. അതുകൊണ്ട് അത് വേണ്ട. ഞാൻ ആദ്യം പറഞ്ഞു നിർത്തട്ടെ. നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ശരിയായ ദിശയിൽ റൂട്ട് തെറ്റാതെ വഴി തെറ്റാതെ ഒരു ഗൂഗിൾ മാപ്പിൻ്റെയും സഹായം ഇല്ലാതെ നിങ്ങൾക്ക് ശരിയായ ദിശയിൽ ശുശ്രൂഷ ചെയ്യണമെങ്കിലും ശരിയായ ഗൈഡൻസ് നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ലഭിക്കണമെങ്കിലും ഒരു തടസ്സത്തിന്റെ മുമ്പിൽ ആരുടെ ഹെൽപ്പും ഇല്ലാതെ നിങ്ങൾക്കതിനെ തകർത്ത് ജയിച്ച് മുന്നേറണമെങ്കിലും ഒരു സെൽഫ് ഡിഫൻസിന് നിങ്ങൾക്ക് പ്രാപ്തി വേണമെങ്കിലും സാത്താനീയ ശക്തികളെ നിങ്ങൾക്ക് ജയിക്കണമെങ്കിലും നിങ്ങൾ ഈ മാൻഡിൽ പ്രാപിച്ച വ്യക്തിയായിരിക്കണം. ഈ മാൻഡിൽ നിങ്ങളുടെ മേൽ വീണ വ്യക്തിയായിരിക്കണം. റാഖോമോ, എന്താണ് ഈ മാൻഡിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഞാനൊന്ന് തൊട്ടുവെച്ചു. ദ മാൻഡിൽ റെപ്രസെന്റഡ് എ മാൻസ് ഗിഫ്റ്റ്. ഒരു മനുഷ്യന് ദൈവം തരുന്ന ഒരു ദാനമാണ് മാൻഡിൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സംരക്ഷണമാണ് മാൻഡിൽ എന്ന് പറയുന്നത്. ഈ സംരക്ഷണത്തിനകത്ത് അവന്റെ വിളിയുണ്ട്. ഈ ആവരണത്തിനകത്ത് അവന്റെ വിളിയുണ്ട്, അവന്റെ അതോറിറ്റി ഉണ്ട്, അവന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒരു പ്രവാചകൻ എന്ന് പറയുമ്പോൾ മുന്നിൽ കാണുന്ന വ്യക്തിയുടെ ഹൃദയരഹസ്യം മാത്രം വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തിയല്ല, അവനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ ഇന്ന് ഈ കൂട്ടായ്മയിൽ കേട്ടുകൊണ്ടിരിക്കുമ്പം ഞാനൊരു പ്രാസംഗികനും നിങ്ങളൊരു ശ്രോതാവും അല്ല, നിങ്ങളുടെ മേൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ മാൻഡിൽ സ്വീകരിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നതും ഈ വിശ്വാസ ജീവിതത്തിൽ നിൽക്കാൻ പറ്റും. നിങ്ങളുടെ മേലൊരു വിളിയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. Hallelujah. The mantle served as a symbolic purpose in case of the prophet, showing they were wrapped in God's authority. നിങ്ങൾ ഈ പഴയ നിയമമൊക്കെ വായിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ? ഈ പഴയ നിയമം വായിക്കുമ്പോൾ ഒത്തിരി ഭാഗത്ത് കിടപ്പുണ്ട്. നമ്മുടെ എവിടെയാണ് കിടക്കുന്നത്? യെസ്രായുടെ പുസ്തകത്തിലുണ്ട്, ജോഷുവയുടെ പുസ്തകത്തിനകത്തുണ്ട്. പലയിടത്തും അവർ ധരിച്ച മേലങ്കി, പുതിയ നിയമത്തിനും പറയുന്നത് അവർ ധരിച്ച മേലങ്കിയെ കുറിച്ച് പറയുന്നുണ്ട്, ഷോളിനെ കുറിച്ച്, അവർ കഴുത്തിലൂടെ ഇടുന്ന ഷോളിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ശരിക്കും മാൻഡിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതൊരു അധികാരത്തിന്റെ പുതപ്പാണ്. അധികാരത്തിന്റെ പുതപ്പാണ്. പഴയ നിയമത്തിൽ ഇത്, അല്ലെങ്കിൽ ബൈബിൾ കാലഘട്ടങ്ങളിൽ ഈ പുതപ്പ് നിർമ്മിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൃഗത്തിന്റെ തോല് കൊണ്ടാണ്. ഭയങ്കര നീളമുള്ളതും വളരെ നീളമുള്ളതും നേർത്തതുമാകുന്ന ഒരു ഷോൾ രൂപത്തിൽ നിർമ്മിച്ചിരുന്നതാണ് പണ്ട് കാലത്തെ പുതപ്പ്, അല്ലെങ്കിൽ അവർ ധരിച്ചിരുന്ന ആവരണം എന്ന് പറയുന്നത് മേലങ്കി. ഹല്ലേലൂയ. പല വലിപ്പത്തിലും ഉണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് പഴയ നിയമം മുതൽ പുതിയ നിയമത്തിൽ വരെയും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ദൈവത്തിൽ നിന്ന് ഒരു വ്യക്തിയുടെ മേൽ വീഴുന്ന മാൻറ്റിൽ എന്ന് പറയുന്നത് കേവലം തണുപ്പ് അകറ്റാൻ വേണ്ടിയുള്ള സാധനമല്ല, കൊതുകടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമല്ല, എവിടെയെങ്കിലും കിടക്കുമ്പോൾ പുതച്ചു മൂടി കിടക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു സാധനമല്ല. ദൈവം നമ്മുടെ മേലിടുന്ന മാൻറ്റിലിനകത്ത് വിളിയുണ്ട്, കോളിംഗ് ഉണ്ട്, അതിനകത്ത് അതോറിറ്റി ഉണ്ട്, അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഹല്ലേലൂയ. ഈ മാൻഡിൽ ഒരു വ്യക്തിയുടെ മേൽ വരുന്നത് വ്യത്യസ്ത രീതികളിലായിരിക്കും. ഈ മാൻഡിൽ ഒരു വ്യക്തിയുടെ മേൽ വരുന്നത് വ്യത്യസ്ത രീതികളിലായിരിക്കും. ഒരുവന്റെ വിളിക്കനുസരിച്ചായിരിക്കും ഈ മാൻഡിൽ കർത്താവ് ഒരു വ്യക്തിയുടെ മേൽ പകരുന്നത്. ഇത് പതിക്കുന്നത് ഒരുത്തന്റെ വിളിക്കനുസരിച്ചുള്ളതായിരിക്കും. എ മാൻഡിൽ is a symbol of prophet. A mantle is a symbol of Holy Spirit. A mantle
is a symbol of sacrifice and commitment. A mantle is a symbol of authority. ഞാൻ 4 കാര്യം ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളൂ. ഇനിയുണ്ട്. മാൻഡിൽ ഒത്തിരി കാര്യങ്ങൾ അർത്ഥമാക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ മേൽ മാൻഡിൽ വന്നാൽ, അല്ലെങ്കിൽ ദൈവം ഒരാവരണം ഇട്ട് കഴിഞ്ഞാൽ, അത് പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിക്കുന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സൈനും കൂടെയാണ് മാൻഡിൽ ഒരു വ്യക്തിയുടെ മേൽ വരിക എന്ന് പറയുന്നത്. അതൊരു വ്യക്തിയുടെ മേൽ വന്നു കഴിഞ്ഞാൽ അവൻ ചില ത്യാഗങ്ങൾക്ക് തയ്യാറാകണം. ചില കാര്യങ്ങൾ അവൻ ത്യജിക്കേണ്ടതായിട്ട് വരും. പിന്നെ അവൻ ഒരു കമ്മിറ്റഡ് പേഴ്സൺ ആയിട്ട് മാറും. മാൻഡിൽ ഒരു വ്യക്തിയുടെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവനൊരു അധികാരമുള്ള ഒരു വ്യക്തിയായി മാറും. ഇനിയാണ് ഞാൻ നിങ്ങൾക്ക് വചനത്തിലൂടെ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ഒരു മാൻഡിൽ ഒരു വ്യക്തിയുടെ മേൽ വന്നു കഴിഞ്ഞാൽ അവനെ ദൈവം പ്രവാചക തലങ്ങളിൽ എഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രവാചക തലങ്ങളിൽ എഴുന്നേൽപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഞാൻ ഒത്തിരി ദൂരത്തേക്കൊന്നും നിങ്ങളെ കൊണ്ടുപോകുന്നില്ല. ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾക്ക് ജോസഫ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ നിങ്ങൾക്ക് കാണാം. ആ വ്യക്തിയുടെ മേൽ മാൻഡിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ? നിങ്ങൾ പറ. അദ്ദേഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ മാൻഡിൽ ഉണ്ടായിരുന്നോ? അദ്ദേഹം ഭൂതങ്ങളെ പുറത്താക്കിയെന്നോ, പാമ്പുകളെ പിടിച്ചെടുത്തെന്നോ, രോഗിയെ സൗഖ്യമാക്കിയെന്നോ? നമ്മൾ അങ്ങനെയൊന്നും വായിക്കുന്നില്ല എവിടെയും. പക്ഷെ ആ മനുഷ്യൻ്റെ മേൽ മാൻഡിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഉണ്ടെന്ന് തോന്നുന്നു, ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ ഒരു ദൈവത്തിൻ്റെ വിളി ഉണ്ടായിരുന്നല്ലേ? എന്നാൽ ഞാൻ പറയുന്നു, ആ മനുഷ്യൻ്റെ മേലൊരു മാൻഡിൽ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ മേൽ മാൻഡിൽ വീണത് എപ്പോഴാണ്? ദൈവം കണ്ടപ്പോഴല്ല. ഹല്ലേലൂയ. ആ മനുഷ്യൻ്റെ മേൽ മാൻഡിൽ വീണത് എപ്പോഴാണ്? സഹോദരന്മാർ, ആ മനുഷ്യനെ പൊട്ടക്കിണറ്റിലിട്ടപ്പോഴല്ല. ആ മനുഷ്യൻ്റെ മാൻഡിൽ എപ്പോഴാണ് തയ്യാറായതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ആ മനുഷ്യൻ കമ്മിറ്റഡ് ആയിരുന്ന സമയം മുതൽ, ആ ചെറുപ്പക്കാരൻ കമ്മിറ്റഡായ സമയം മുതൽ യോസേഫിന് വേണ്ടിയിട്ടൊരു മാൻഡിൽ സ്വർഗം പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. അത് എന്തിൻ്റെ മാൻഡിലായിരുന്നു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു ഭരണാധികാരിയുടെ സ്ഥാനത്തേക്ക് കയറാനുള്ള, ഒരു അതോറിറ്റിയുള്ള ഒരു സ്ഥാനത്തേക്ക് കയറാനുള്ള, ആ മന്ത്രിസ്ഥാനത്തേക്ക് കയറാനുള്ള, ആ സിംഹാസനത്തിലേക്ക് കയറാനുള്ള ഒരു അധികാരത്തിൻ്റെ മാൻഡിൽ ആ മനുഷ്യൻ്റെ മേലിട്ടിരുന്നു. അത് രാജ്യം ഭരിക്കാനുള്ള അധികാരമായിരുന്നു. രാജ്യത്തിൽ ചില സംവിധാനങ്ങൾ ചെയ്യാനുള്ള ഒരധികാരത്തിൻ്റെ മാൻഡിലായിരുന്നു ആ മനുഷ്യൻ്റെ മേൽ കിടന്നത്. ഇപ്പം നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയോ? മാൻഡിൽ എന്ന് പറയുമ്പം കേവലം ഒരു ശുശ്രൂഷയുടെ മാൻഡിൽ മാത്രമല്ല, ദൈവത്തിൻ്റെ മാൻഡിൽ നിന്റെ മേൽ വീണ് കഴിഞ്ഞാൽ നീ ഒരു ഉന്നത സ്ഥാനത്തെത്തും. ദൈവത്തിൻ്റെ മാൻഡിൽ ഒരു വ്യക്തിയുടെ മേൽ വീണ് കഴിഞ്ഞാൽ അവൻ കേവലം ഒരു പാസ്റ്റർ ആകുമെന്നല്ല, അവൻ കേവലം ഒരു പ്രവാചകനാകുമെന്നല്ല, അവൻ ഒരു മിനിസ്റ്റർ ആകുമെന്ന്, ഒരു ക്രിസ്ത്യൻ മിനിസ്റ്റർ ആകുമെന്നല്ല, അവൻ രാജ്യത്തിൻ്റെ മിനിസ്റ്ററും ആവും. ദൈവത്തിൻ്റെ മാൻഡിൽ ഒരു വ്യക്തിയുടെ മേൽ വീണ് കഴിഞ്ഞാൽ അവൻ ഹയർ പൊസിഷനിലേക്ക് ദൈവം അവനെ ഉയർത്തും. പക്ഷെ ഞാൻ ഇതിനകത്തൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു, കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ദൈവവുമായിട്ടുള്ള കമ്മിറ്റ്മെൻ്റാണ് അവനെ എത്ര പൊസിഷനിലേക്ക് വേണമെങ്കിലും ദൈവം എത്തിക്കുന്നത്. ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റാണ്. ഈ മാൻഡിൽ ഒരു വ്യക്തിയുടെ മേൽ വീഴുക എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് മുതൽ നീ ഇരട്ടി ഭാരം ചുമക്കാൻ തയ്യാറാകണം. നീ ഇരട്ടി ഉറക്കളപ്പിന് നീ തയ്യാറാകണം. പ്രവാചകന്മാരുടെയൊക്കെ മേൽ പ്രവാചകാഭിഷേകം വീണ സമയം അവരുടെ ഉറക്കത്തിൻ്റെ സമയം കൂടുവല്ല ചെയ്തേ, അവരുടെ അധ്വാനത്തിൻ്റെ ഭാരം കുറയുവല്ല ചെയ്തേ, കൂടുക ചെയ്തേ. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ മേൽ യേശു കർത്താവ് യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. അതുവരെ നിങ്ങൾ കർത്താവ് ബിസി മോഡിൽ നിൽക്കുന്ന കാണത്തില്ല. പക്ഷെ സ്നാനമേറ്റ് ഒരു മാൻഡിൽ കർത്താവിൻ്റെ മേൽ വീണപ്പോൾ, പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ ഒരു മാൻഡിൽ തൻ്റെ മേൽ വന്നു. എങ്ങനെയാണ് അത് എഴുതിയേക്കുന്ന? ആ മാൻഡിലിനെ കുറിച്ച് ആത്മാവ് പ്രാവെന്ന രൂപേണ വന്നു. ആ സെക്കൻഡ് മുതൽ കർത്താവ് ഈസി ഗോയിങ് ആയിട്ട് നടക്കുകയല്ല. അതോടുകൂടെ കർത്താവിൻ്റെ ഫ്യൂവൽ എക്സ്പെൻസ് കൂടി. ഹല്ലേലൂയ. 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന കർത്താവ് 2 ദിവസത്തിലൊരിക്കൽ 5000 രൂപയ്ക്ക് പെട്രോൾ അടിക്കേണ്ടി വന്നു. എക്സ്പെൻസ് കൂടി. നീ ഒന്നും ചെയ്യാനില്ലാത്ത അനുഭവത്തിൽ നിന്ന്
ചെയ്താലും ചെയ്താലും തീരാത്ത അനുഭവത്തിലേക്ക് ദൈവം നിന്നെ എടുത്തു മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു മാന്റിൽ സ്വർഗത്തിൽ നിന്ന് വീണാൽ മതി. ആമേൻ, ഹല്ലേലൂയ. പക്ഷെ നീ ഇതിനു വേണ്ടി കൊതിയുള്ളൊരു വ്യക്തിയായിരിക്കണം. നീ അതിനു വേണ്ടി സബ്മിസീവ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം, കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ. യോസേഫ് നീണ്ട വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ മാന്റിൽ യോസേഫിന്റെ മേൽ വീഴാൻ. നമ്പർ 1, ആദ്യം പിതാവിനെ സ്നേഹിക്കുന്ന കാര്യത്തിൽ അവൻ വിശ്വസ്തനായിരുന്നു. അപ്പന്റെ കാര്യത്തിൽ, അപ്പന്റെ വീട്ടിൽ യോസേഫ് വളരെ വിശ്വസ്തനായി അപ്പന്റെ കീഴിൽ അനുസരിച്ച് നല്ലൊരു പുത്രനായി ജീവിച്ചു വന്നു. അന്ന് മുതൽ സ്വപ്നം കാണുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഞാനൊരു ദൂത് പറയാം, നിന്റെ മേലൊരു മാന്റിലുണ്ട്, നിന്റെ മേലൊരു വിളിയുണ്ട്. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ദൈവം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, ദൈവം കണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഒരു കോളിംഗ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ചെറുപ്പം മുതൽ തന്നെ 1 ദൈവത്തോട് ഭയങ്കര സ്നേഹമായിരിക്കും, 2 നിങ്ങൾക്ക് എപ്പോഴും ഭയങ്കര ദാഹമായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ദൈവം നിങ്ങളെ എപ്പോഴും എൻഗേജ്ഡ് ആക്കിക്കൊണ്ട്, ദൈവികമാകുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഒന്നെങ്കിൽ ബൈബിൾ വായിക്കുന്ന കാര്യം, അല്ലെങ്കിൽ വചനങ്ങൾ കേൾക്കുന്ന കാര്യം, അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്ന കാര്യം, പാടുന്ന കാര്യം, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യം, ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന കാര്യത്തിനകത്ത് നിങ്ങൾ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. എപ്പോഴും നിങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആരാഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു വിളിയുള്ളതിൻ്റെ പ്രത്യേകതയാണ്. നമ്മളിങ്ങനെ ആരാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാന്റിൽ നമ്മുടെ മേൽ വീഴത്തില്ല. ഈ മാന്റിൽ നിന്റെ മേൽ വീഴാൻ ഈ അന്വേഷണങ്ങൾ നിന്നെ സഹായിക്കും. അപ്പന്റെ വീട്ടിൽ യോസേഫ് ആയിരുന്ന സമയം അവൻ അവിടെ വിശ്വസ്തനായിരുന്നു, സഹോദരങ്ങൾക്ക് വിശ്വസ്തനായിരുന്നു, അപ്പനെ ശുശ്രൂഷിച്ചു, സേവിച്ചു, വീട്ടിൽ വിശ്വസ്തനായിരുന്നു, നാട്ടുകാർക്ക് വിശ്വസ്തനായിരുന്നു. സഹോദരങ്ങൾക്ക് അസൂയ മൂത്ത് ഈ മനുഷ്യനെ കൊന്നുകളയാൻ വേണ്ടി പദ്ധതിയിട്ടു, അതൊക്കെ ചെയ്തു. അവിടുന്ന് മിസ്രൈമിന്റെ അടിമച്ചന്തയിൽ നിന്ന് നേരെ വിറ്റ് ഈ മനുഷ്യനെ പൊത്തീഫറിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ വർഷങ്ങളോളം പൊത്തീഫറിനെ ശുശ്രൂഷിച്ചു. കേക്ക് മാന്റിൽ ഈ മനുഷ്യന്റെ മേൽ വീണ സമയം ഞാൻ പറഞ്ഞുതരാം. വർഷങ്ങളോളം ശുശ്രൂഷിച്ചു. എത്ര വർഷം കടന്നെന്നറിയാമോ? ഞാൻ പറഞ്ഞു 1 മിനിറ്റിനകത്ത് തീർത്തു. അപ്പന്റെ വീട് മുതൽ പൊത്തീഫറിന്റെ വീട് വരെ ഈ മനുഷ്യൻ ദാസനായിരുന്നു, മകനാണ്. പക്ഷേ അവിടെ ഈ മനുഷ്യൻ ഒരു ദാസ്യത്വത്തിന്റെ അനുഭവത്തിലായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കീഴ്പ്പെടുന്ന ഒരു അനുഭവം, എല്ലാവരും ശുശ്രൂഷിക്കുന്ന അനുഭവം. സഹോദരങ്ങളെ ശുശ്രൂഷിക്കണം, അപ്പനെ ശുശ്രൂഷിക്കണം, അതിലെല്ലാം എൻജോയ് ചെയ്തിരുന്നു യോസേഫ്. പിറുപിറുത്തില്ല. ദൈവത്തെയും ശുശ്രൂഷിച്ചു. കർത്താവ് കൊടുക്കുന്ന സ്വപ്നങ്ങൾ, കാര്യങ്ങൾ എല്ലാം സന്തോഷത്തോടെ അപ്പനുമായി ഷെയർ ചെയ്തു. ഈ പയ്യന്റെ മേൽ ഒരു ശുശ്രൂഷയുണ്ടെന്നുള്ളത് ഈ പയ്യൻ അന്നേരം മനസ്സിലാക്കിയോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, യോസേഫ് മനസ്സിലാക്കിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇവൻ പറയാൻ തയ്യാറായിരുന്നു. മക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ചെറിയ ഒരു ശുശ്രൂഷയായിരിക്കും ദൈവം നിന്റെ മേലെ ഏൽപ്പിച്ചേക്കുന്നത്. ചിലപ്പം ഒരു ദർശനം കാണാൻ, ചിലപ്പോൾ ഒരു മുക്കോ മൂലയോ ഒരു ആശയം ദൈവം തരും. ഒരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ, ഒരു വ്യക്തിയെക്കുറിച്ച് കർത്താവ് ഒരു ആലോചന തരും. നീ അത് പറയാൻ തയ്യാറാകണം. അസൂയുള്ള സഹോദരന്മാരോടും ചെന്ന് പറയും, വളർത്തിയ അപ്പനോടും ചെന്ന് പറയും. എല്ലാവരോടും അദ്ദേഹം കാണുന്ന സ്വപ്നം വിവരിക്കാൻ തയ്യാറായിരുന്നു, പറയാൻ തയ്യാറായിരുന്നു. ഹല്ലേലൂയ. ഒരു മാന്റിൽ, ഒരു വിളി, ഒരു പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നിന്നിലുണ്ട് എന്നുള്ളതിന്റെ തെളിവ് നീ രക്ഷിക്കപ്പെടുന്ന സമയം മുതൽ കണ്ടു തുടങ്ങും. നിങ്ങളൊരു പ്രവാചികയൊന്നും ആകണമെന്നില്ല അതിന്. നിങ്ങളൊരു പാസ്റ്ററോ, ഇവാഞ്ചലിസ്റ്റോ, പ്രോഫറ്റോ, ഡെലിവറൻസ് മിനിസ്റ്ററോ, ടീച്ചറോ ഒന്നും ആകണമെന്നില്ല അതിന്. ദൈവം അവർക്ക് വേണ്ടി മാത്രം മാന്റിൽ ഒരുക്കിയെന്നല്ല ഞാൻ പഠിക്കുന്നതും എന്നെ പഠിപ്പിച്ചതും ദൈവം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും കർത്താവ് വ്യക്തിപരമായ മാന്റിൽസ് ഇടാൻ ആഗ്രഹിക്കുന്നു. ഇട്ടവരും ഇതിനകത്തുണ്ടാവും. പക്ഷെ ഒരു കാര്യം, മാന്റിൽ ഇടാനുള്ളവനും മാന്റിൽ പിടിച്ചു മേടിച്ചവനും ഒക്കെ ഒരു കാര്യം ചിന്തിക്കണം, നിങ്ങൾ റെസ്പോൺസിബിൾ ആണ്. ഇട്ടതിന് നിങ്ങൾ റെസ്പോൺസിബിൾ ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, ഉഷ്ണവാനായിരുന്നാൽ പ്രശ്നമില്ല, ശീതവാനായിരുന്നാലും പ്രശ്നമേ ഇല്ല. പക്ഷെ ശീതോഷ്ണവാനായിരിക്കുമ്പോഴാണ് നിനക്ക് ദണ്ഡനം കൂടുന്നത്. ഈ മാന്റിലിന്റെ പുറകെ പോകുന്ന ഒരു രീതിയുണ്ട്.
ഞാൻ ഉള്ളത് തുറന്നു പറയും, ഞാൻ അങ്ങനത്തെ ഒരു പരിപാടിയുള്ള ഒരാളായിരുന്നു കേട്ടോ. ഈ മാൻഡിലിൻ്റെ പുറകെ പോകണ്ട, പോകുകയേ വേണ്ട. പുള്ളിയുടെ പുതപ്പിന്റെ ഒരു വശം എടുത്ത് നിന്റെ തലയ്ക്ക് അടിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പകർച്ച നിന്റെ മേൽ വരാൻ പോകുന്നില്ല. അതെന്താ പാസ്റ്റർ അങ്ങനെ പറഞ്ഞത്? പാസ്റ്ററിനെ ആരും അങ്ങനെ ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണേ, വളച്ചൊടിക്കരുത്. മാൻറ്റിലിന്റെ പുറകെ ഓടേണ്ട കാര്യമില്ല. മാൻറ്റിൽ നിന്റെ മേൽ വീഴും. യോസേഫ് അപ്പനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ തന്നെ ഗവർണറിന്റെ പുതപ്പ് വേണോന്ന് പറഞ്ഞാൽ യോസെഫിന് കിട്ടത്തില്ലായിരുന്നു. എനിക്ക് മന്ത്രിയുടെ കുപ്പായം വേണോന്ന് പറഞ്ഞാൽ യോസെഫിന് കിട്ടത്തില്ലായിരുന്നു. എനിക്ക് ഏലിയാവിന്റെ പുതപ്പ് വേണോന്ന് പറഞ്ഞാൽ യോസെഫിന് കിട്ടത്തില്ലായിരുന്നു. അതിന് യോസെഫിന് ഒരുക്കിയിരുന്ന സ്ഥാനം, യോസെഫിന് ഒരുക്കിയിരുന്ന സീറ്റ്, അവിടെ ഇരുന്ന് ഭരിച്ചുകൊണ്ടിരുന്ന, യോസെഫ് നാളെ ഇരിക്കാനുള്ളിടത്ത് ഇന്നിരിക്കുന്ന മനുഷ്യനെ, ഇന്നിരുന്ന് ഭരണം നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യനെ ഇയാൾ കൊല ചെയ്ത് മാറ്റിയാൽ പോലും യോസെഫിന് സമയത്തിനു മുൻപേ ആ സീറ്റിൽ കയറി ഇരുന്ന് ആ സാലറി മേടിക്കാൻ പറ്റത്തില്ലായിരുന്നു. യോസെഫ്, നിങ്ങൾ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നീ ആദ്യം അപ്പന്റെ ഭവനത്തിൽ വിശ്വസ്തനായിരിക്കണം. അതിനുശേഷം നിന്നെ പലരും വിൽക്കണം, നിന്റെ സഹോദരങ്ങൾ നിന്നെ തള്ളണം. മാൻഡിലിനകത്ത് സാക്രിഫൈസും ഉണ്ട്, കമ്മിറ്റ്മെന്റും ഉണ്ട്. ചില സാക്രിഫൈസിലൂടെ നമ്മൾ കടന്നു പോകണം. ചില ദുഃഖത്തിനകത്തൂടെ കടന്നു പോകണം. വീഴുന്നത് ചൂടുള്ള സാധനമാ, നീ ഉരുകത്തില്ലെന്ന് അറിയണമല്ലോ. ഹല്ലേലൂയ. അപ്പന്റെ വീട്ടിൽ വിശ്വസ്തനായിരിക്കണം. അപ്പനെ നീ ഭംഗിയായിട്ട് നോക്കണം. നീ നല്ലൊരു മകനായിരിക്കണം. നീ നല്ലൊരു സഹോദരനായിരിക്കണം. അവിടുന്ന് നിന്റെ സേവനത്തിന്മേൽ അസൂയുള്ളവർ നിന്നെ കൊണ്ട് പൊട്ടക്കിണറ്റി തള്ളണം. അവിടുന്ന് പിന്നെ നിന്നെ മിസ്രൈമി കൊണ്ട് വെക്കണം. അവിടുന്ന് പിന്നെ ചോദിക്കുന്ന പൊന്നും വിലയും കൊടുത്ത് നിന്നെ മേടിച്ചോണ്ട് പോണം. അവിടെ ചെന്ന് നീ പിന്നെ പോത്തീഫറിന്റെ ദാസനായി ഇരിക്കണം. അവിടെ നീ ഏറ്റെടുത്ത കമ്മിറ്റ്മെന്റ് നീ പൂർത്തിയാക്കണം. ശേഷം നിന്റെ മാൻഡിൽ കത്തിച്ചു കളയാൻ വേണ്ടി പോത്തീഫറിന്റെ ഭാര്യ എഴുന്നേറ്റ് വരണം. നീ ചില പ്രലോഭനങ്ങൾക്കകത്തുകൂടെ കടന്നു പോകണം. അവിടെയും നീ നിന്റെ മാൻഡിലിനകത്ത് വിശ്വസ്തനാണെന്ന് ദൈവത്തിന് തെളിയിച്ചു കൊടുക്കണം. നീ ഇട്ടേച്ചും പോകുന്ന ഒരു പയ്യനല്ലെന്ന് തെളിയിച്ചു കൊടുക്കണം. നീ പ്രലോഭനത്തിൽ വീണു പോകുന്ന ഒരാളല്ലെന്ന് തെളിയിച്ചു കൊടുക്കണം. ശേഷം PSC ടെസ്റ്റ് എഴുതിയാൽ പോലും കിട്ടാത്ത ചില സ്ഥാനമാനങ്ങളുടെ മാൻഡിൽ നിന്റെ മേൽ വീണിരിക്കും. ആമേൻ, ഹല്ലേലൂയ. അതിന് യോസേഫ് അപ്പന്റെ വീട്ടിൽ നിന്ന് ഓട്ടം പിടിക്കണ്ട. ആ യൂണിഫോം മേടിക്കാൻ അപ്പന്റെ വീട്ടിൽ നിന്ന് ഓട്ടം പിടിക്കണ്ട. നീ പോകേണ്ട പോലെ ദൈവം നിന്നെ നടത്തിക്കോളും. നീ നടക്കേണ്ട വഴിയിൽ ദൈവം നിന്നെ അഭ്യസിപ്പിച്ചോളും. നീ ഏതൊക്കെ പരീക്ഷകൾക്കകത്തൂടെ കടക്കുമോ അതിനകത്തൊക്കെ തരണം ചെയ്യാനുള്ള കൃപ ദൈവം നിനക്ക് തന്നോളും. അവസാനം നീ ദാസ്യപ്പണി ചെയ്ത അവിടുത്തെ പ്രൊമോഷനിൽ കൂടെ തന്നെ ദൈവം നിന്നെ അർഹതയില്ലാത്ത സ്ഥാനങ്ങളിൽ ഇരുത്തിക്കോളും. ഈ മാൻഡിലിന്റെ പുറകെയുള്ള ഓട്ടം നിർത്ത്. ആ മനുഷ്യൻ, നിങ്ങൾ ആരുടെ മാൻഡിലിന്റെ പുറകെ ചൂട് പിടിക്കാൻ തട്ട് കിട്ടാൻ ഓടുന്നോ, ആ മനുഷ്യൻ ആ മാൻഡിൽ മേടിക്കാൻ ഒരു വില മുടക്കിയിട്ടുണ്ട്. ഒരു പണിയും ചെയ്യാതെ, ഒരു വിശുദ്ധിയും വിശ്വസ്തതയും കാത്തു സൂക്ഷിക്കാതെ, ഒരു രീതിയിലും ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാതെ ആ മനുഷ്യൻ ഉപവസിച്ചും കഷ്ടപ്പെട്ടും ഇതുപോലെ പല എക്സാമിനേഷൻ അകത്തുകൂടെ കടന്നുപോയി പ്രാപിച്ചെടുത്ത സാധനം എന്ന് പറഞ്ഞ് നിന്റെ മേൽ ഇട്ട് തരാൻ ദൈവം അവിടെ വെറുതെ ഇരിക്കുവാണ്. ഹല്ലേലൂയ. അന്നേരത്തേന് ഒരു ചൂടും ഒരു ഇളക്കമൊക്കെ കാണും. ഹല്ലേലൂയ. ഇനി എലിയാവേ, നിന്നിൽ നിന്ന് ഒരു പകർച്ച എലീശായിലേക്ക് വീഴണമെങ്കിൽ, ശ്രദ്ധിച്ചു കേട്ടോ, എലീശായിലേക്ക് വീഴണമെങ്കിൽ, എലിയാവേ നിന്നിൽ നിന്നൊരു പകർച്ച എലീശായിലേക്ക് വീഴണമെങ്കിൽ നീ ഇനി എത്ര സ്ഥലം മാറി നീ ഇവിടെ നിൽക്ക്. ദൈവം എന്നെ ബേഥേലിൽ പോകാൻ പറഞ്ഞു, ദൈവം എന്നെ അവിടെ പോകാൻ പറഞ്ഞു, ദൈവം എന്നെ ഇവിടെ പോകാൻ പറഞ്ഞു പറഞ്ഞ് നീ അവോയ്ഡ് ചെയ്താലും നിന്റെ മേലുള്ള പകർച്ച എലീശായുടെ മേൽ വീണിരിക്കും. ആമേൻ.
ഹല്ലേലൂയ. ഞാനൊരു കാലം ഈ മാൻഡിലിന്റെ പുറകെ ഓടുന്ന ആളായിരുന്നു. എന്ന് പറഞ്ഞാൽ മാൻഡിൽ ഉള്ളവരുടെ പുറകെ ഓടുന്ന ആളായിരുന്നു. പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്ത് അതെല്ലാം വെച്ച് കെട്ടി. അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഇച്ചിരി വർഷമായി ഞാൻ വെച്ച് കെട്ടി. കാരണം ദൈവം എന്നോട് ഈ കാര്യം സംസാരിച്ചു. ദൈവം എന്നെ ഈ കാര്യം സംസാരിച്ചു. ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നു. എനിക്ക് ബെന്നി ഹിന്നിന്റെ ശുശ്രൂഷ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കണമെങ്കിൽ, ആഗ്രഹിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. കർത്താവ് ശ്രേഷ്ഠ അഭിഷിക്തൻ, ഒരു തെറ്റുമില്ല. പക്ഷെ ആ മനുഷ്യൻ ചാടിക്കടന്ന ചില കാര്യങ്ങൾ, ചില സംഗതികൾ, ആ മനുഷ്യൻ ഫേസ് ചെയ്ത ചില കാര്യങ്ങൾ ഉണ്ട്. ആ മനുഷ്യൻ ദൈവസന്നിധിയിൽ മുടക്കിയ വിലയുണ്ട്. എനിക്കിപ്പോ ജോൺ അനോസിക്കെ പോലെ ആകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഞാൻ അതിനു വേണ്ടിയിട്ട്, ഒന്ന്, എനിക്കൊരു കമ്മിറ്റ്മെന്റ് വേണം ദൈവത്തോട്. രണ്ട്, അതിനു വേണ്ടി ഞാൻ നോക്കി എത്ര കാര്യങ്ങൾ ഇതിനകത്ത്, നമ്മളിപ്പോൾ 4 കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പഠിക്കാനും മനസ്സിലാക്കാനും തിരുത്താനും അംഗീകരിക്കാനും ആകാനും ഒക്കെ ഉണ്ട്. ശേഷമേ ആ മാൻഡിൽ വീഴൂ. യേശു കർത്താവ് എന്നെ എപ്പോഴും പറഞ്ഞേ, മറിയ വന്ന്, തൻ്റെ അമ്മ വന്ന് ഇവിടുത്തെ വീഞ്ഞ് തീർന്നു പോയി, പെട്ടെന്നാകട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചൂടാക്കിയപ്പോ പറഞ്ഞു, സ്ത്രീ നിനക്കും എനിക്കും തമ്മിൽ എന്ത്? എനിക്ക് നിനക്കും തമ്മിൽ എന്ത്? ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ ഒരു കാര്യം, നമ്മൾ രണ്ടുപേരും ദൈവത്തിന് ഒരുപോലെ. എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നമ്മൾ രണ്ടുപേരും ദൈവത്തിന് ഒരുപോലെ. പക്ഷെ ഒരു കാര്യം, എൻ്റെ സമയം വന്നിട്ടില്ല. കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികൾക്ക് പോലും സമയം തിരിച്ചറിഞ്ഞ് മിനിസ്ട്രി ചെയ്തതാണ്. സമയം തിരിച്ചറിഞ്ഞ് പാഴാക്കാതെ ചുവട് വെച്ചതാണ്. സമയത്തിനു മുൻപേ ഒന്നും എടുത്തു ചാടി ചെയ്തുമില്ല. സമയം കഴിഞ്ഞിട്ടൊന്നും ചെയ്യാൻ തയ്യാറായിട്ടുമില്ലാത്തതാണ് കർത്താവിൻ്റെ മിനിസ്ട്രിയുടെ വിജയം. എത്ര പേർക്ക് ഒരു ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. ഈ മാൻഡിൽ കർത്താവിൻ്റെ മേൽ വീണതിന് ശേഷവും സമയബന്ധിതമായി കർത്താവ് കാര്യങ്ങൾ ചെയ്തു. ഒന്നിന്റെ പുറകെ ഓടണ്ട കേട്ടോ. വിടുതലിന്റെ പുറകെ ഓടണ്ട. എവിടെ വിടുതലിനുണ്ട്? എവിടെ ആര് കൈവച്ച്? നോ, ഓടണ്ട. ഞാൻ വിശ്വസിക്കുന്നു, നീ വീട്ടിലിരുന്നാൽ മതി, മാൻഡിൽ നിന്റെ മേൽ വീഴും. മാൻഡിൽ വീണ പിന്നെ നിനക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തുമില്ല. അതുവരെ വീട്ടിൽ ഇരുന്ന് ആനന്ദിച്ചോ. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നീ വീട്ടിൽ ഇരുന്നാലും നിനക്ക് ചെയ്യാൻ കാര്യങ്ങൾ കാണും. കർത്താവിനെ ആരും വിലയ്ക്ക് വാങ്ങി വെച്ചിട്ടൊന്നുമില്ല. വീട്ടിൽ ഇരുന്നാലും ചെയ്യാൻ കാര്യങ്ങൾ കാണും. എന്നെ വളർത്താൻ ആരും ഇല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, എൻ്റെ പ്രായം ഇത്രയായി, എനിക്ക് ചെയ്യാനൊന്നുമില്ല ഇതുവരെ, നാൾ കുറേ ആയി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കേട്ടോ, സമയത്തിനു മുൻപേ ഒന്നും നിന്റെ മേൽ വരത്തുമില്ല. സമയം തെറ്റിയും ഒന്നും നിന്റെ ജീവിതത്തിൽ വരത്തില്ല. ഏലിയാവിൽ നിന്ന് ഏലീശയിലേക്ക് പുതപ്പ് കൈമാറിയത് എങ്ങനെയാ? നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ, 2 രാജാക്കന്മാരൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെയാ ഏലീശ നമ്മൾ പെട്ടെന്ന് വായിച്ച അവരധ്യായത്തിൽ നിന്ന് തന്നെ പുതപ്പ് കൈമാറുന്നത് പഠിക്കുന്നുണ്ടല്ലേ. പക്ഷെ ഏലീശ എത്ര നാൾ ഏലിയാവിനെ ശുശ്രൂഷ ചെയ്തെന്നറിയാവോ? എത്ര നാൾ ഏലിയാവിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് എത്ര കാലം കർത്താവ് ശിഷ്യത്വം സ്വീകരിച്ചെന്നറിയാവോ? ഏലിയാവിൽ നിന്ന് ആ ഒരു ശുശ്രൂഷ പഠിച്ചെടുക്കുകയും ഒരുപാട് കാര്യങ്ങളിലൂടെ ടീച്ച് ചെയ്ത് പ്രൂവ് ചെയ്താണ് അവസാനവും പറഞ്ഞു, ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുമെങ്കിൽ നിന്റെ മേൽ ഈ പുതപ്പ് വീഴും. ഹല്ലേലൂയ. നിന്റെ മേൽ ഈ പുതപ്പ് വീഴും. 2 രാജാക്കന്മാരുടെ പുസ്തകം നിങ്ങളൊന്ന് എടുത്തേ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം, യഹോവ, 2 രാജാക്കന്മാർ 3:11. ഷലബാരാഖ. എന്നാൽ യഹോശാഫാത്ത്, നാം യഹോവയോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചതിന്, ഇസ്രായേൽ രാജാവിന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ശാഫാത്തിന്റെ മകൻ ഏലീശ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ആരാന്നാ പറഞ്ഞേ?
ആരാന്നാ പറഞ്ഞേ? ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച ഒരുത്തൻ. നിങ്ങൾ എവിടെ കിടക്കുന്നു എന്ന് കണ്ടോ ഏലീശ? ഇപ്പോ ഏലീശ ആരാന്ന് കണ്ടോ? പ്രവാചക സ്ഥാനത്തേക്ക് എത്തിയത് എവിടുന്നാന്ന് കണ്ടോ? എവിടുന്നാ? ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്തെടുത്തുന്ന പ്രവാചക സ്ഥാനത്തേക്ക് എത്തിയത്. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ നിങ്ങളോട് കൈമാറുകയാണ്. ഞാൻ വളരെ സമാധാനമായിട്ട് ഈ മെസ്സേജ് കൈമാറുന്നത്. ഞാൻ ഇതിനകത്ത് തീയും തീപ്പരി ഒന്നും പറപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മര്യാദയ്ക്ക് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി. അതാ എൻ്റെ തീരുമാനം. അതാ ദൈവത്തിനും ഇഷ്ടം. ചുമ്മാ തീപ്പരി പറപ്പിച്ചിട്ടും തീ കത്തിച്ചിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. എടുക്കേണ്ടത് എടുത്തിട്ടേ കാര്യമുള്ളൂ. ഇതാരാന്ന് കണ്ടോ? ഞാനൊരു ദൂത് നിന്നോട് ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കും. ഒന്നുകൂടെ വായിക്കാം. എന്നാൽ യഹോശാഫാത്ത് നാം യഹോവയുടെ അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചതിന് ഇസ്രായേൽ രാജാവിൻ്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച ശാഫാത്തിന്റെ മകൻ ഏലീശ ഇവിടെ ഉണ്ട്. ഈ പട്ടണത്തിൽ അങ്ങനെ ഒരുത്തനുണ്ട്. അവൻ്റെ ജോലി ഏലീശായുടെ കൈക്ക് ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന പണിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ മാൻറ്റിൽ പുള്ളിയിലേക്കാണ് മാറിയേക്കുന്നത്. ഏലിയാവിൻ്റെ മേലുണ്ടായിരുന്ന മാൻറ്റിലല്ല, അതിൻ്റെ ഒരു ഡബിൾ പോർഷൻ പുള്ളിയുടെ മേലുണ്ട്. ആക്യുറേറ്റ് ആണ് ദൂത്. നീ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി എന്തെങ്കിലും നീ ചെയ്തു തുടങ്ങുന്ന ഒരു തുടക്കമായിരിക്കാം ഒരു മാൻറ്റിൽ നിന്റെ മേൽ, നിന്റെ കുടുംബത്തിൻ്റെ മേൽ, തലമുറകളുടെ മേൽ വീഴുന്നതിൻ്റെ ആധാരം, ഫൗണ്ടേഷൻ. ചെറിയ കാര്യങ്ങൾ പോലും ദൈവനാമത്തിന് വേണ്ടി ചെയ്യാൻ നീ മടിച്ചാൽ വലിയ വലിയ മാൻറ്റിലിന് തടസ്സം നിൽക്കുന്ന വ്യക്തി നീ മാത്രമായിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾ നീ ദൈവനാമത്തിന് വേണ്ടി ചെയ്യാൻ, ദൈവത്തിന് വേണ്ടി ചെയ്യാൻ വിമുഖത കാണിച്ചാൽ വലിയ വലിയ ദൗത്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് നിന്റെ മാത്രം ഉത്തരവാദിത്തമായിരിക്കും. ഞാൻ പുതപ്പിന് വേണ്ടി, ഞാൻ ഡബിൾ പോർഷന് വേണ്ടി ആഗ്രഹിച്ച വ്യക്തിയല്ലേ. ഞാൻ എന്തിനാ ഇയാൾ ഭക്ഷണം കഴിച്ചിട്ട് ഇയാളെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നേ? ഞാൻ എന്തിനാ ഇയാളുടെ കാലിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നേ? ഇയാൾക്ക് വേണമെങ്കിൽ ഇയാൾക്ക് രണ്ട് കൈയില്ലേ? ഇയാൾക്ക് വേണമെങ്കിൽ എടുത്ത് ഒഴിക്കാൻ പാടില്ലേ? എനിക്ക് എൻ്റെതായൊരു വിലയില്ലേ? എനിക്ക് എൻ്റെതായൊരു നിലയില്ലേ? ഈ വിലയും നിലയും ഒക്കെ നമുക്കേ കൊള്ളാവൂ. ദൈവത്തിൻ്റെ മുമ്പിൽ നിനക്ക് വില വേണമെങ്കിൽ ഇതിനകത്തൊരു ഹയറാർക്കി ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. എത്ര പാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എത്ര വർഷത്തെ പാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അച്ഛനപ്പൂപ്പന്മാർ മുതൽ പാസ്റ്ററാണ്, ഞങ്ങൾ പാസ്റ്റർ ഫാമിലിയാണ് എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഇതിനകത്തൊരു രീതിയുണ്ട്, ഇതിനകത്തൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. അതനുസരിച്ച് കാര്യം പോവുള്ളൂ. വെള്ളം ഒഴിച്ചത് 10 വർഷം മുന്നേ ആയിരിക്കും. പക്ഷെ ഇന്ന് കേട്ടോ, വെള്ളം ഒഴിച്ചത് 10 വർഷം മുന്നേ ആയിരിക്കും, 20 വർഷം മുന്നേ ആയിരിക്കും. പക്ഷെ ഇന്ന് യെരിഹോവിലെ വെള്ളം ശുദ്ധമാക്കുന്നവനായി എലീശ മാറി. ആമേൻ. ഗർഭനാശം വരുത്തുന്ന വെള്ളത്തിന്റെ വിഷത്തെ നിർവീര്യമാക്കുന്ന ഒരു അഭിഷിക്തനായി എലീശ മാറി. ഒരു കാലം ടീച്ചറിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതാ, ഒരു കാലം അഭിഷിക്തന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതാ. ഇന്ന് യെരിഹോവിൽ ഗർഭനാശം വരുത്തുന്ന വെള്ളത്തിനകത്ത് വ്യാപരിക്കുന്ന മരണശക്തിയെ ക്യാൻസൽ ചെയ്യുന്ന ഒരു അധികാരം, ക്യാൻസൽ ചെയ്യുന്ന ഒരു മാൻറ്റിൽ വഹിക്കുന്നവനായി മാറി. യേശുവിന്റെ നാമത്തിൽ നീ 10 വർഷം മുന്നേ ആയിരിക്കും കർത്താവിന്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തത്, നിനക്ക് പ്രതിഫലമുണ്ട്. നീ 5 വർഷം മുന്നേ ആയിരിക്കും എന്തെങ്കിലും ചെയ്തത്, പ്രതിഫലമുണ്ട്. നീ എന്തെങ്കിലും ദൈവനിയോഗത്തോടുകൂടെ എന്തെങ്കിലും ദൈവത്തിന്റെ നാമമഹത്വത്തിനായി ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും അഭിഷിക്തന്റെ കണ്ണുനീർ നീ ഒപ്പിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ദൈവദാസന്റെ കുടുംബത്തെ നീ കരുതിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ദൈവദാസനെ നീ കരുതിയിട്ടുണ്ടെങ്കിൽ, നീ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും നിനക്കൊരു റെമ്യൂണറേഷൻ മനുഷ്യനിൽ നിന്നില്ല, ദൈവത്തിൽ നിന്നുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പക്ഷെ ഒരു കാര്യം, അത് ഉടനെ വേണമെന്ന് പറയരുത്. ടൈമുണ്ട്. ഏലിയാവ് വന്നുടൻ, എലീശ വന്നുടൻ ഏലിയാവ്
നേരെ പുതപ്പിൻ്റെ പകുതി കീറിക്കൊടുത്തൊന്നുമില്ല. നീ ആദ്യം ചെറിയ ശുശ്രൂഷ ചെയ്യാൻ നോക്കട്ടെ, നീ നിൽക്കുമോ അതോ നീ ചർച്ച മാറിപ്പോകുമെന്ന് നോക്കട്ടെ എന്നൊന്നും പറഞ്ഞൊന്നുമില്ല. നന്നായിട്ട് പുള്ളിയെ ഓടിച്ചു, നന്നായിട്ട് പരീക്ഷിച്ചു. അവസാനം കൊള്ളാമെന്ന് കണ്ടപ്പോഴാ ദൈവം പുതപ്പിട്ടത്. ഞാൻ ആത്മാവിൽ പറയുക, നിന്നെ ഒരു മനുഷ്യനും വളർത്തിയില്ലെങ്കിലും, നിന്നെ ഒരു മനുഷ്യന് നീ പുറകെ നടന്നിട്ട് മൈൻഡ് ചെയ്തില്ലെങ്കിലും, നിന്റെ മുഖം നോക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ മനസ്സും അതിനകത്തുള്ള താല്പര്യവും സത്യസന്ധതയും കാണുന്നൊരു ദൈവമുണ്ട്. നിന്റെ ആത്മാർത്ഥത കാണുന്നൊരു ദൈവമുണ്ട്. ആരുടെയും കുത്തകയായിട്ടല്ല ദൈവത്തിൻ്റെ മാൻഡിൽ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആരുടെയും കുത്തകയായിട്ടല്ല ദൈവരാജ്യത്തിൽ ശുശ്രൂഷ വെച്ചിരിക്കുന്നത്. കർത്താവിന്റെ വേല വെച്ചിരിക്കുന്നത് ആരുടെയും കുത്തകയായിട്ടല്ല, ആരുടെ സംഘടനയ്ക്കകത്തല്ല കർത്താവിന്റെ വേല വെച്ചിരിക്കുന്നത്. അത് അവന്റെ ആത്മാവിന്റെ പങ്കെടുത്ത് നിനക്ക് തരുന്നതിലൂടെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിനക്കൊരു ശുശ്രൂഷയുണ്ടോ, ദൈവം അത് നിവർത്തിക്കേണ്ട സമയത്ത് നിവർത്തിക്കും. അതാ യോസെഫിൽ സംഭവിച്ച് തീർന്നില്ല. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. യോസെഫ് അപ്പനെ ശുശ്രൂഷിച്ചു, വീട്ടിൽ വിശ്വസ്തനായിരുന്നു. അവിടുന്ന് സഹോദരന്മാർക്ക് ഇവന്റെ വിശ്വസ്തത ഇവിടെ മതിയെന്ന് മനസ്സിലായപ്പോൾ എടുത്ത് വിറ്റു. അവിടുന്ന് പോത്തീഫറിന്റെ കൊട്ടാരത്തിൽ ചെന്നു. അവിടുന്ന് നേരെ കള്ളക്കേസിൽ നേരെ പുള്ളിയെ നേരെ ജയിലിലാക്കി. അവസാനം വാർഡനെ ശുശ്രൂഷിച്ചു, ജയിൽ വാർഡനെ ശുശ്രൂഷിച്ചു. ജയിലിൽ പണിയുണ്ടായിരുന്നു യോസെഫിന്. ജയിലിൽ കുറെ കാലം പണിയെടുത്തതിന് ശേഷമാണ് തിരിച്ചു വീണ്ടും കൊട്ടാരത്തിൽ വന്ന് അവിടുന്ന് പിന്നെ പ്രൊമോഷൻ. ഓ മൈ ഗോഡ്, എത്ര പേര് മാറി. ശരിക്കും പറഞ്ഞൊരു ദാസ്യ പണിയല്ലേ. നീ ചിലതിനകത്ത് നീ വിചാരിക്കാത്ത പല കാര്യങ്ങൾക്കകത്തുകൂടെയും നിങ്ങൾ വിചാരിക്കാത്ത പല ജോലിയും നിങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ, ഇത് നിങ്ങളോട് പറയുന്ന ആളെ കൂടെ നിങ്ങൾ നോക്കണം. നിങ്ങൾ ഈ കാണുന്ന ആളല്ല. ഞാൻ ചെയ്യാത്ത പണിയില്ല ഈ ഭൂമിയിൽ. സ്മഗ്ലിംഗ് മാത്രമേ ചെയ്യാനുള്ളൂ എന്നാണ് ഇനി എൻ്റെ വിശ്വാസം. കള്ളക്കടത്ത്, ബാക്കി എല്ലാ പണി ഈ ജീവിതത്തിൽ ഈ പ്രായത്തിനകത്ത് ജീവിക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ടി വന്നു. സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന പണി, അല്ലാതെ വലിയ പണിയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ സാധാരണ പണി ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അത് പുറകിലൂടെ നിൽക്കത്തില്ല. ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാം പോയി തൊട്ട് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അറിയിച്ചിട്ടുണ്ട് കർത്താവ്. അതൊക്കെ നല്ലതാ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വ്യക്തി വന്നാൽ എനിക്ക് മനസ്സിലാവും ആ വ്യക്തിയെ. എല്ലാ കാര്യങ്ങളും പഠിക്കാതെയും പണി ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. പെയിന്റിങ് പഠിക്കാതെ പെയിന്റിങ് പണി ചെയ്ത വ്യക്തിയാണ് ഞാൻ. അങ്ങനെ 250 രൂപ ഞാൻ വൈകുന്നേരം ആയപ്പോൾ കൂലി മേടിച്ചിട്ടുണ്ട്. പെയിന്റിങ് പഠിക്കാതെ ഞാൻ അങ്ങനെ പഠിച്ചതാണ് പെയിന്റിങ്. മറ്റൊരുത്തൻ്റെ ചുമരിൽ അവൻ്റെ ചെലവിന് പെയിന്റ് വാങ്ങി, അവൻ്റെ ചെലവിന് ബ്രഷ് വാങ്ങി, അവൻ്റെ മതിലടിച്ച് പെയിന്റിങ് പഠിച്ചവനാണ് ഞാൻ. പ്രൈസ് ടു ജീസസ്. ജീവിക്കാൻ വേണ്ടിയാ. പക്ഷെ ഈ കൈക്ക് അന്ന് ഞാൻ അറിഞ്ഞില്ല, ഈ കൈക്ക് അന്ന് പിടിച്ച ഒരു ദൈവം ഉണ്ടായിരുന്നു തെറ്റാതിരിക്കാൻ. മക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ദൈവത്തിൻ്റെ മാൻഡിൽ ആ സമയം എനിക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ ആ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കണമായിരുന്നു. അവിടുന്ന് പെയിന്റ് അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുപോയി വീടിൻ്റെ ഭിത്തി പുതുക്കുന്ന പണി എൻ്റെ പരിപാടി ആയിരിക്കരുത്. മനസ്സിലായില്ലേ ഞാൻ എന്താ പറഞ്ഞെന്ന്? ഇപ്പൊ പിടികിട്ടി കാണുമല്ലോ. വിശ്വസ്തത ബോസിന്റെ കീശയെന്ന് അടിച്ചു മാറ്റല്ലെന്ന്. ഇതിനകത്ത് വിശ്വസ്തത ഭയങ്കര പ്രാധാന്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വസ്തത ഭയങ്കര പ്രാധാന്യമാണ്. ഓഫറിംഗ് ബോക്സിൽ നിന്നൊന്നും എടുക്കരുതെന്ന്, ചർച്ചിനകത്ത് ഏൽപ്പിക്കുന്ന കാര്യത്തിനകത്ത് വെള്ളം ചേർക്കരുതെന്ന്. വിശ്വസ്തത ഭയങ്കര പ്രാധാന്യമാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി സ്ഥാപനത്തിൽ നിങ്ങൾ കള്ളം കാണിക്കരുതെന്ന് വിശ്വസ്തത. കാരണം മാൻഡിൽ അവിടെ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും, നിനക്കുള്ള ഷോൾ അവിടെ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ പരിപാടി നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിശാച് എങ്ങനെയാണ് നമ്മൾ ആ മാൻഡിൽ നിന്റെ മേൽ വീഴരുത്. അതാണ് സാത്താൻ്റെ ഉദ്ദേശം. ദൈവനാമത്തിനുള്ള സീഡ് എടുത്ത് നീ കഴിക്കരുതെന്ന്. ദൈവനാമത്തിന് വിതയ്ക്കേണ്ട സീഡ്
വിത്ത്, ഓഫറിങ്, ടൈത്ത് നീ എടുത്ത് കഴിക്കരുതെന്ന്. വിശ്വസ്തത പ്രാധാന്യമാണ്. ആമേൻ. വിശ്വസ്തത പ്രാധാന്യമാണ്. ശുശ്രൂഷകനുള്ള ഓഹരിയെ നീ എടുത്ത് മക്കൾക്ക് വിളമ്പി കൊടുക്കരുതെന്ന്, മക്കളുടെ ആവശ്യത്തിന് എടുക്കരുതെന്ന്. അത് ശുശ്രൂഷകൻ, വചനം പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുത്തിരിക്കണം. അതെടുത്ത് കഴിക്കരുതെന്ന്. അത് സീഡാണ്, അത് വിതയ്ക്കാനുള്ളതാണ്. ശരിയായ ഇടത്ത് വിതയ്ക്കണം. ഇഷ്ടപ്പെട്ടില്ലല്ലേ ആ പറഞ്ഞത്? സാരമില്ല, പറഞ്ഞില്ലെങ്കിൽ എനിക്കാ ദോഷം. സ്തോത്രം. ഈ കാര്യം മാത്രമാണ് പൊതുവെ അങ്ങനെ അധികം ആർക്കും കേൾക്കാൻ താല്പര്യമില്ലാത്തതും തല ചൊറിയുന്നതും കോട്ടുവായി ഇടുന്നതും. കുഴപ്പമില്ല. ഹല്ലേലൂയ. വിശ്വസ്തത. പൊത്തിഫറിന്റെ അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴികെ, പൊത്തിഫറിന്റെ കൊട്ടാരത്തിൽ ഭാര്യ ഒഴികെ ബാക്കി എല്ലാ കാര്യത്തിനും യോസേഫ് മേൽവിചാരകനായിരുന്നു എന്ന് പറയുമ്പോൾ ന്യായമായും കള്ളം ചെയ്യാനുള്ള എല്ലാ അവസരവും ഇപ്പോൾ യോസേഫിനുണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പൊത്തിഫർ യോസേഫിന്റെ പുറകെ ടോർച്ചടിച്ചോണ്ട് നടക്കുന്നൊന്നുമില്ല. ന്യായമായും വേലയിൽ കള്ളം കാണിക്കാം, ന്യായമായും എന്തും എടുക്കാം, എടുത്തു മാറ്റാം, വീട്ടിൽ അപ്പൻ അയച്ചു കൊടുക്കാം. ഒരു കൊറിയർ സെന്ററിന്റെ നമ്പറേ വേണ്ടൂ, അപ്പൻ അയച്ചു കൊടുക്കാം. അപ്പനെ പോഷിപ്പിക്കാൻ യജമാനന്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയ ദ്രവ്യം അയച്ചു കൊടുക്കാം. ചെയ്തില്ല. അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെയൊന്നും മറ്റൊരുത്തൻ്റെ ഓഹരി എടുത്തിട്ടോ മറ്റൊരുവൻ്റെ പോക്കറ്റിൽ പോകേണ്ട സാധനം നീ നിന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടോ ഒരു കാര്യമില്ല. അതൊന്നും പെരുകാൻ പോകുന്നില്ല. ഉള്ളതും കൂടെ കരിഞ്ഞു. പക്ഷെ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് ജയിലിനകത്ത് പോലും ഈ മനുഷ്യനെ താങ്ങാൻ പറ്റിയില്ല. ജയിലിന് പോലും താങ്ങാൻ പറ്റിയില്ല. കൃത്യമായിട്ട് അധികാരത്തിന്റെ സ്ഥാനത്തെത്തിച്ചു. സെയിം വേ ഏലിയാവും ഏലീശയും അങ്ങനെ തന്നെ വിശ്വസ്തനായിരുന്നു. കൈക്ക് വെള്ളം ഒഴിക്കുന്നത് മുതൽ ഓരോ യാത്രയിലും ഏലീശ വിശ്വസ്തനായിരുന്നു. അർത്ഥം എന്താ? അവസാനം എന്താ സംഭവിച്ചേ? ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ ആ മാന്റിൽ വീണു. കളിയാക്കിയ പലരുടെയും മുമ്പിൽ ഇവന്റെ മേൽ നമ്മുടെ യജമാനന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കുണ്ട് എന്ന് വായി കൊണ്ട് പറയിച്ചു. ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുക, നിങ്ങൾ ഇതുപോലെ ഓരോ ചെറിയ കാര്യങ്ങളിലും നിങ്ങൾ ഈ വിശ്വസ്തത കാണിക്കുന്നില്ലേ? ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏറ്റവും ഭംഗിയായി അവസാനിപ്പിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നില്ലേ? നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഇത്രയും താല്പര്യവും ദാഹവും നിങ്ങൾ കാണിക്കുന്നില്ലേ? സമയം തെറ്റാതെ ദൈവം നിനക്കായി ഒരുക്കിയ മാന്റിൽ നിന്റെ മേൽ വീഴാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. മേലങ്കിയുടെ പുറകെ പോകണ്ട. മേലങ്കിയുടെ പുറകെ പോകുന്നത് പ്രലോഭനമാണ്. ആരുടെയും മേലങ്കി കണ്ടുകൊണ്ട് അവരുടെ പുറകെ പോണ്ട. അവരെ ശുശ്രൂഷ ഏൽപ്പിച്ച ദൈവം നിന്നെയും ശുശ്രൂഷകനാക്കും. അവനെ ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്ന ദൈവം നിങ്ങളെയും ശുശ്രൂഷയിൽ ഉപയോഗിക്കും. അവരെ അയക്കുന്ന ദൈവം നമ്മളെയും അയക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവർക്കും ഡൗട്ടാ, നമ്മൾ അവരുടെ മേലെങ്കിൽ പിടിച്ചു പറിക്കാനാണോ പോകുന്നതെന്ന്. പുറകെ ഓടുവല്ലേ നമ്മൾ. സ്തോത്രം. വീട്ടിൽ അപ്പൻ മകനെ കണ്ടിട്ട്, മകന്റെ തല കണ്ടിട്ട് 1 മാസമായി കാണും. പക്ഷേ ഈ മകൻ തലയും കൊണ്ട് ഓടുക ഇങ്ങനെ മേലങ്കിയുടെ പുറകെ. സ്തോത്രം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരുടെ പുറകിലും ഓടണ്ട. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. നീ ആരുടെ മുഖം കണ്ടും പോണ്ട, ആരുടെ മുഖപ്രസാദത്തിനും പോണ്ട, ആരുടെ മുമ്പിൽ നീ തെളിയിക്കാനും പോണ്ട. നിന്റെ വീടിനകത്ത് നീ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മേൽ ദൈവം പകരുന്ന ആ മാന്റിൽ നിന്നെ കത്തിക്കും. നീ വീടിനകത്തിരുന്ന് കത്തിയാൽ ആ തീ പുരമുകളിലോട്ട് കയറും. പുരമുകളിലോട്ട് ആ തീ കയറിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അതിനകത്ത് ഇരിക്കാനൊക്കത്തില്ല. ഈ തീ ആവശ്യമുള്ള പലരും കാണും. ഈ മാന്റിലിനകത്ത് ശുശ്രൂഷയുണ്ട്, ഈ മാന്റിലിനകത്ത് അധികാരമുണ്ട്, ഈ മാന്റിലിനകത്ത് കമ്പാഷനുണ്ട്, ഈ മാന്റിലിനകത്ത് പാപബോധമുണ്ട്, ഈ മാന്റിലിനകത്ത് പാപബോധം വരുത്തുന്ന
ചിന്തകളും വാക്കുകളും വചസ്സുകളുമുണ്ട്. ഈ മാന്റിലും കൊണ്ട് ദൈവം നിന്നെ പുറത്തിറക്കാൻ പോവുകയാണ്. ഈ മാന്റിലും കൊണ്ട് ദൈവം നിന്നെ പുറത്തിറക്കാൻ പോവുകയാണ്. ദൈവം നിന്റെ മേലൊരു മാന്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്റെ മേലൊരു നിയോഗം ഇട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്റെ മേലൊരു അഭിഷേകം പകർന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്റെ മേലൊരു നിർബന്ധം ഇട്ടിട്ടുണ്ടെങ്കിൽ, അധികകാലം അതും ചുമന്നുകൊണ്ട് നിന്നെ ആർക്കും ഒതുക്കാനും പറ്റത്തില്ല, നിനക്കൊരിടത്ത് ഒതുങ്ങിയിരിക്കാനും പറ്റത്തില്ല. ഒരു സമയം കഴിയുമ്പോൾ ഇത് പുറത്തേക്ക് വിളിക്കുന്ന ഒരു സമയമുണ്ട്. ഈ കോളിംഗ് എന്ന് പറയുന്നത് നിന്നെ വിളിക്കുന്ന വിളി മാത്രമല്ല, നിന്നെ പുറത്തേക്ക് വിളിക്കുന്ന ഒരു വിളിയും കൂടെയാണ്. ആമേൻ. ഈ മാന്റിൽ എന്ന് പറയുന്നത് ഇതൊരു കോളിംഗ് ആണ്. ഈ കോളിംഗ് എന്ന് പറയുന്നത് നിന്നിലുള്ള വിളി മാത്രമല്ല, നിന്നെ ഇരിക്കുന്ന ഇടത്തുനിന്ന് പുറത്തേക്ക് വിളിക്കുന്ന ഒരു വിളിയും കൂടെയാണ്. രണ്ട് വിളികൾ ഒരു മാന്റിൽ ഒരുവന്റെ മേൽ വീണാൽ വരും. രണ്ട് വിളികൾ. ഒന്ന്, നീ ഒരു ചൂസൺ പേഴ്സൺ ആണെന്നുള്ളൊരു വിളി. അത് എനിക്കുള്ള ഒരു അവബോധത്തിന്, എനിക്കുള്ള ഒരു തിരിച്ചറിവിന് ദൈവം എനിക്ക് തരുന്നതാണ്. രണ്ട്, നീ ഇരുന്നത് മതി, ഇനി പുറത്തു വരിക എന്നുള്ളൊരു വിളി. നിങ്ങൾ ഒരു വേഗം ഒന്ന് വന്നേ, എൻ്റെ കൂടെ ഒന്ന് വേഗം ഒരു വാക്യത്തിലൂടെ ഒന്ന് വന്നേ, ഒന്ന് നിങ്ങൾ സഹകരിച്ചേ. ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഒന്ന് അന്യഭാഷയെ പ്രാർത്ഥിച്ച ദൈവമക്കളെ. നിങ്ങളൊന്ന് വന്നേ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം, അതിൻ്റെ 19-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങളൊന്ന് വന്നേ. 19-ാമത്തെ അധ്യായം ഞാനൊന്ന് വേഗത്തിൽ വായിക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ച് തന്നെ ഇരിക്കണം കേട്ടോ. ഇസബേലിനെ പേടിച്ച് ഏലിയാവെന്ന് പറയുന്ന മാന്റിലുള്ളൊരു മനുഷ്യൻ, ഏലിയാവിൻ്റെ മാന്റിലാണല്ലോ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇസബേലിനെ പേടിച്ച്, ഇസബേലിനെ ആഹാബിനെയും പേടിച്ച്, അവരുടെ ഭീഷണിയെ പേടിച്ച് മാന്റിലുള്ള ഏലിയാവ് ചെന്ന് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഏലിയാവിനെ ചെയ്ത് താനോ മരുഭൂമിയിൽ, 1 രാജാക്കന്മാരുടെ പുസ്തകം 19-4 മുതലാണ് വായിക്കുന്നത്. എന്നാൽ താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്നൊരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കിലിരിക്കുന്നത് കണ്ടു. അവൻ തിന്നുകുടിച്ചു പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യവും വന്ന് തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടല്ലോ. ഞാൻ ഇവിടെ ഒന്ന് നിൽക്കുക. മാന്റിൽ ഒരു വ്യക്തിയുടെ മേൽ വീണാൽ ഭീഷണി വരും. എന്തിനാണോ ദൈവം എന്നെ വിളിച്ചതെന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള ഭീഷണി വരും. 2, മാന്റിൽ ഒരു വ്യക്തിയുടെ മേൽ വീണാൽ മതി എന്ന് പറഞ്ഞാലും നിർത്താത്ത രീതിയിലുള്ള നിയോഗവും നിർബന്ധവും അവസരവും സ്വർഗത്തിൽ നിന്ന് വരും. എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരുണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ ആമേൻ പറയുന്നത് നല്ലതാണ്. മതി എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് വയ്യൻ്റെ കർത്താവേ, ഞാൻ വീക്കാണെന്ന് പറഞ്ഞാലും കർത്താവ് മുന്നിൽ കൊണ്ട് വീണ്ടും ഡെലിഷ്യസ് ഫുഡ് വെച്ചിട്ട് ടേക്ക് ഈറ്റ് ഡ്രിങ്ക് കം എന്ന് പറഞ്ഞ് കർത്താവ് നമ്മളെ വിളിച്ചിട്ട് പറയും, നിനക്ക് ദൂരെ യാത്രയുണ്ട്, നിനക്കിനി ഇവിടെ ഇരിക്കാനൊക്കത്തില്ലെന്ന്. വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറമുള്ള ചർച്ചിൽ പോലും നിനക്കൊരവസരം കിട്ടാത്ത സ്ഥാനത്തും മാന്റിൽ നിന്റെ മേൽ വീണാൽ, മാന്റിൽ നിന്റെ മേൽ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, എന്നെയും കൊണ്ട് വയ്യ കർത്താവേ എന്ന് പറഞ്ഞ് നിശ്വസ് നമിച്ചാലും നിന്നെ ചാർജ് ചെയ്യുന്ന ഫുഡ് സ്വർഗത്തിൽ നിറക്കിയിട്ട് പറയും ദൂരെ യാത്രയുണ്ടെന്ന്. യേശുവിന്റെ നാമത്തിൽ എന്നെ കാണുന്ന ആമേൻ പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഈ ദൂത് റിലീസ് ചെയ്യുകയാണ്. വിദേശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. നിന്റെ ജീവിതത്തിൽ അടഞ്ഞുപോയ ഡോറുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. നിന്റെ ജീവിതത്തിന് നേരെ അടഞ്ഞുപോയ അവസരങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ദൂരയാത്രയുണ്ട്. നിന്റെ ദൂരയാത്രക്കെതിരെയാണ് വെല്ലുവിളിയെങ്കിൽ, നിന്റെ ദൂരദേശവാസത്തിനാണ് വെല്ലുവിളിയെങ്കിൽ,
നിന്റെ ദൂരദേശത്തേക്കുള്ള യാത്രകൾക്കാണ് തടസ്സമെങ്കിൽ ആമേൻ പറ. കർത്താവ് ആ വാതിൽ തുറക്കുകയാണ്. നീ ചൂരച്ചെടിയുടെ തണലിൽ മരണവും കാത്ത് കിടക്കുന്ന ഒരു അനുഭവത്തിലാണ്. എല്ലാം തകർന്നു, അവസരവും പോയി, കയ്യിലുള്ള പൈസയും പോയി എന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരു അവസരത്തിലാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ഇന്ന് ദൈവാത്മാവ് പറയുന്നു, നിനക്കൊരു യാത്രയുണ്ട്. നിന്റെ വാതിൽ അടഞ്ഞു പോയിട്ടില്ല, നിന്റെ അവസരങ്ങൾ നശിച്ചിട്ടില്ല. മാൻറ്റിൽ ദ്രവിക്കത്തില്ലല്ലോ, പിന്നല്ലേ? മാൻറ്റിൽ ദ്രവിച്ചാൽ വിളിയും ദ്രവിച്ചു. അവൻ എഴുന്നേറ്റ് തിന്നുകുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം ചെന്നു. അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്ന് രാപാർത്തു. അപ്പോൾ അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായി അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഒരു പണിയും ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ മാൻഡിലിന് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതാണ് നല്ലത്. പരീക്ഷണങ്ങൾ സഹിക്കാൻ വയ്യ, കർത്താവ് ജീവിതത്തിന്റെ മുമ്പിൽ കൊണ്ടുവെക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ വയ്യ, നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രസംഗിച്ചാൽ മതി, പ്രസിദ്ധനായാൽ മതി എന്നുണ്ടെങ്കിൽ ഈ പണിക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും. ഹല്ലേലൂയ. അതെല്ലാം ചെയ്യാൻ നീ തയ്യാറാണെങ്കിൽ, അഭിമുഖീകരിക്കാൻ തയ്യാറാണെങ്കിലാണ് ഈ മാൻറ്റിൽ. നമുക്ക് വിടുതൽ മതി, നമുക്ക് 2, 3, 4 പിള്ളേരും ഉണ്ട്, നമുക്കൊരു കുടുംബമുണ്ട്, എനിക്കും എൻ്റെ കുടുംബത്തിന് മതി, എനിക്കും എൻ്റെ കുടുംബം, ഇങ്ങനെ ഇട്ട് നമ്മൾ അരിയാട്ടാനാണെങ്കിൽ നമ്മൾ ഈ പണിക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കർത്താവ് ചോദിക്കുന്നതിനൊക്കെ എന്താ ഇവിടെ കാര്യം? നമ്മൾ ഈ മാൻറ്റിലും ഉള്ള അഭിഷേകം ഐ റിസീവ് വാങ്ങി വെച്ച് നേരെ ഈ അരിയാട്ടിക്കൊണ്ടിരിക്കാനാണെങ്കിൽ കർത്താവ് ചോദിക്കുന്നതിനൊക്കെ എന്നെ ഇവിടെ കാര്യം? കർത്താവ് ചോദിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മൾ ചോദിച്ചു മേടിച്ച് കീശയെ വെച്ചേക്കുമ്പോഴാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് ചോദിക്കാനൊന്നും വരത്തില്ല. നമ്മൾ ഈ കൂടുതൽ ചാർജ് ആകുന്ന അനുസരിച്ച് കർത്താവിന്റെ ചോദ്യങ്ങൾ കൂടും. നമ്മൾ കൂടുതൽ ചാർജ് ആകുന്ന ഐ റിസീവ്ഡ് പറയുന്നിടത്തും ആമേൻ പറയുന്നിടത്തും നമ്മൾ തലയെപ്പൊത്തി പിടിക്കുന്നിടത്തും നമ്മുടെ കൂടും. അതാ പറഞ്ഞത്, നമുക്ക് റെസ്പോൺസിബിലിറ്റിയും കമ്മിറ്റ്മെന്റും ഉണ്ട് ഈ മാൻഡിലിനകത്ത്. എന്തെങ്കിലും ചെയ്യാനാണ് ദൈവം നിന്റെ മേൽ അഭിഷേകം പകരുന്നത്. അല്ലാതെ ഗുഹയ്ക്കകത്ത് ചെന്ന് കിടക്കാനും ചൂരച്ചെടിയുടെ കീഴിൽ ഇനി മതി കർത്താവെ പറഞ്ഞ് കളിക്കാനും ഒന്നും അല്ല. അവിടെയും കർത്താവ് ഫുഡ് പ്രൊവൈഡ് ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് കർത്താവിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്നും ദൈവം അന്നം മുട്ടിക്കാത്ത എന്നാന്നറിയാവോ? അപ്പോഴും ഏലിയാവിന് ഫുഡ് പ്രൊവൈഡ് ചെയ്തു. അക്കോമഡേഷൻ പുള്ളി തിരഞ്ഞെടുത്തു. നീ അക്കോമഡേഷൻ തിരഞ്ഞെടുക്കുന്നിടത്ത് നിനക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന എന്നാന്നറിയാവോ? ഈ മാൻഡിലിന്റെ പവർ ഉള്ളതുകൊണ്ടാട്ടോ. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന എല്ലായിടത്തും കർത്താവ് എപ്പോഴും ഫുഡ് പ്രൊവൈഡ് ചെയ്യണമെന്നുമില്ല. ദൈവ നിയോഗത്തിനനുസരിച്ച് ചലിക്ക്, ദൈവഹിതത്തിനനുസരിച്ച് ചലിക്ക്, ദൈവ ഇഷ്ടത്തിനനുസരിച്ച് ചലിക്ക്. ഏലിയാവ് അക്കോമഡേഷൻ തിരഞ്ഞെടുത്തെടുത്ത് കർത്താവ് ഫുഡ് പ്രൊവൈഡ് ചെയ്തു. കൃപയെന്നല്ലാതെ എന്തു പറയാൻ പറ്റും? നീ ചെയ്ത പല ദൈവഹിതമില്ലാത്ത കാര്യത്തിനും ഇത് ദൈവഹിതമായിരിക്കുമെന്ന് നീ ചിന്തിച്ച് ചെയ്ത പല കാര്യത്തിനും കർത്താവ് ഫേവറബിൾ ആയിട്ട് നിന്നിട്ടുണ്ട്. അത് നിന്റെ മേലിട്ട മാൻഡിലിനോടുള്ള ദൈവത്തിന്റെ റെസ്പെക്റ്റ് ആണ്. ഹല്ലേലൂയ. നിനക്കെന്തിവിടെ കാര്യം ഏലിയാവേ? നിനക്കെന്തിവിടെ കാര്യം? നമ്മൾ കർത്താവിന്റെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം മേടിച്ചിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് കയറി കിടക്കുക. നമ്മൾ കർത്താവ് തരുന്ന എല്ലാം മേടിക്കുന്നു, എല്ലാം. എന്നിട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ട് എന്തെങ്കിലും? നിനക്കെന്തിവിടെ കാര്യം? ഇസ്രായേൽ മക്കൾ
അതിനവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു, നിന്റെ യാഗപീഠങ്ങളെ ഒക്കെയും ഇടിച്ചു കളഞ്ഞിരിക്കുന്നു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്ക് ജീവഹാനി വരുത്തും എന്ന് പറഞ്ഞു. അവൻ നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്നവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ളൊരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവയില്ലായിരുന്നു. കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി, ഭൂകമ്പത്തിലും യഹോവയില്ലായിരുന്നു. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീ, തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് അതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് സോ വെൻ എലിജ ഹിയർഡ് ഇറ്റ് that he wrapped his face in his mantle. പുതപ്പ് കൊണ്ട് അവൻ്റെ മുഖം മൂടി. മാന്റിൽ കൊണ്ട് മുഖം മൂടി. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞ് ഈ മെസ്സേജ് അവസാനിപ്പിക്കുകയാണ്. കുറച്ചുകൂടെ സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ സമയം ഒത്തിരി മുന്നിലോട്ട് പോയി. പ്രിയപ്പെട്ട സുഹൃത്തേ, ദൈവം നിന്റെ മേലൊരു മാന്റിലിട്ടിരിക്കുന്നത് നീ പലരെയും ആ മാന്റിൽ കൊണ്ട് കവർ ചെയ്യാനാണ്. എന്നാൽ ഏലീജ തൻ്റെ ശുശ്രൂഷയ്ക്ക് ദൈവം നിശ്ചയിച്ച സമയം ചോദിക്കാതെ എനിക്കിപ്പോൾ മതി കർത്താവേ എന്ന് പറഞ്ഞ ഇടത്ത് മറ്റുള്ളവരെ പുതയ്ക്കേണ്ട, മറ്റുള്ളവരെ കരുതേണ്ട, മറ്റുള്ളവരെ ബലപ്പെടുത്തേണ്ട പുതപ്പ് കൊണ്ട് അദ്ദേഹത്തെ തന്നെ മറക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ, ശബ്ദത്തിൻ്റെ മുമ്പിൽ, മൃദുസ്വരത്തിൻ്റെ മുമ്പിൽ പോലും നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അദ്ദേഹം വീക്കായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തേ, ദൈവം നിന്റെ മേലൊരു ശുശ്രൂഷ ഇട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്റെ മേലൊരു കൃപയോ വരമോ ഇട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം അതിനൊരു ടൈം വെച്ചിട്ടുണ്ട്. നീ ആരംഭിക്കാനും അവസാനിപ്പിക്കാനും കർത്താവ് ഒരു സമയം വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത്, അതിനു മുമ്പേ ഒരു ജെസബേലിനോ, ഒരു ആഹാബിനോ, ഒരു ചൂരച്ചെടിക്കോ അതിനെ കവർന്നു കളയാനോ, എടുത്തു കളയാനോ, അതിനെ നിന്നിൽ നിന്നും മാറ്റിക്കളയാനോ, നിന്നിൽ നിന്ന് അതിനെ അണച്ചു കളയാനോ കഴിയത്തില്ല. പക്ഷെ ഇവിടെ ഒരു പാഠം ഈ വചനം നമുക്ക് തരുന്നു. എനിക്ക് സ്വന്തമായി എനിക്കിത് നഷ്ടപ്പെടുത്തി കളയാം, എന്നാൽ പോലും നിന്റെ മേൽ വീണ മാന്റിലിൻ്റെ കനത്തിനനുസരിച്ചിരിക്കും പിന്നെയും നിർബന്ധം നിന്റെ മേൽ വരുന്നത്. ശിംശോൻ ആ മാന്റിൽ കൊണ്ട് കളഞ്ഞൊരു വ്യക്തിയാണ്. ശിംശോൻ ആ മാന്റിൽ കൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞ വ്യക്തിയാണ്. പക്ഷേ നീ അങ്ങനെ ആകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നീ അങ്ങനെ ആകരുതെന്ന് ആഗ്രഹിക്കുന്നു. ഏലീശായുടെയും യേശു ക്രിസ്തുവിൻ്റെയും ശുശ്രൂഷ പഠിച്ചാൽ സമാന ശുശ്രൂഷകളാണ്. എന്തുകൊണ്ടാത്? ഏലിയാവിൽ നിന്ന് ഡബിൾ പോർഷൻ ഏലീശയിലേക്ക് ചെന്നപ്പോൾ ഏലീശ അത്രത്തോളം വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിന്നു. പഴയ നിയമത്തിലെ ഏലീശായും പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവിൻ്റെയും ശുശ്രൂഷകൾ സമാനമാണ്, ഏറെക്കുറെ സമാനമാണ്, 99% സമാനമാണ്. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കി, ഏലീശയും സൗഖ്യമാക്കി. യേശുക്രിസ്തു അപ്പം വർദ്ധിപ്പിച്ചു, ഏലീശ അപ്പം വർദ്ധിപ്പിച്ചു. യേശുക്രിസ്തു നയീൻ എന്ന പട്ടണത്തിലെ മകനെ വിധവയ്ക്ക് അമ്മയ്ക്ക് മടക്കി കൊടുത്തു. ഏലീശയും അതുപോലെ തന്നെ ഒരു പയ്യനെ ജനിപ്പിച്ച് അമ്മയ്ക്ക് മടക്കി കൊടുത്തു. യേശുക്രിസ്തു മരിച്ചവരെ ഉയർപ്പിച്ചു, ഏലീശായും മരിച്ചവരെ ഉയർപ്പിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മാന്റിലിൻ്റെ പ്രത്യേകതയാണ്. ആ വീണ മാന്റിലിൻ്റെ പ്രത്യേകതയാണ്. ഓ റബദ ശംധരബ. സമാനതകളില്ലാത്ത മാന്റിൽ ആഗ്രഹിക്കുക, സമാനതകളില്ലാത്ത മാന്റിൽ ആഗ്രഹിക്കുക. മറ്റൊരുത്തൻ്റെ മാന്റിൽ കണ്ട് കൊതിക്കാതെ അതിനേക്കാൾ വിശേഷപ്പെട്ട മാന്റിൽ അതേ ദൈവത്തോട് തന്നെ ചോദിച്ച് പ്രാപിക്കുക. യേശുവിൻ്റെ നാമത്തിൽ റാഖൗമോ ഷഹസിയ. നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് നിന്റെ മേൽ ആ മാന്റിൽ വീഴാൻ പോവുകയാണ്. നീ ആ വീടിനകത്ത് ഒതുങ്ങിയിരുന്നത് മതിയെന്ന് കർത്താവ് തീരുമാനിച്ചാൽ,
നീ ഒതുങ്ങിയിരുന്നത് മതിയെന്ന് ദൈവം തീരുമാനിച്ചാൽ, നീ പണിയില്ലാതെ നടന്നത് മതിയെന്ന് ദൈവം തീരുമാനിച്ചാൽ, കേവലം ഒരു ശുശ്രൂഷയിലേക്ക് മാത്രമുള്ളൊരു വീഴ്ചയല്ല ഈ മാൻഡിൽ. ഈ മാൻഡിൽ നിന്റെ ആകെ മൊത്തം നിന്നെ മാറ്റിമറിക്കുന്ന ഒരു തീയാണ് ഈ മാൻഡിൽ എന്ന് പറയുന്നത്. ഈ പുതപ്പെന്ന് പറയുന്നത് ആകെ മൊത്തം നിന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. ആകെ മൊത്തം മാറ്റിമറിക്കുന്ന ഒന്നാണ്. നീ പ്രതീക്ഷിച്ചു ദൈവം കാറ്റിൽ വന്ന് എനിക്ക് മറുപടി തരും, തന്നില്ല. നീ വിചാരിച്ചു ഭൂകമ്പത്തിൽ ദൈവം മറുപടി തരും, തന്നില്ല. നീ വിചാരിച്ചു മൃദുസ്വരത്തിനകത്തും ദൈവം സംസാരിക്കുമെന്ന്, സംസാരിച്ചില്ല. പ്രിയപ്പെട്ട സുഹൃത്തെ, ഇവിടെ ഏലിയാവിനോട് മൃദുസ്വരത്തിലാണ് സംസാരിച്ചതെങ്കിൽ നിന്റെ സ്വപ്നത്തിലായിരിക്കും നീ വിചാരിക്കാത്ത സമയം ദൈവം നിന്നോട് സംസാരിക്കാൻ പോകുന്നത്, ദൈവം നിനക്കായി പ്രവർത്തിക്കാൻ പോകുന്നത്. നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ് ദൈവത്തിൻ്റെ പ്രവർത്തികൾ, നമ്മുടെ ധാരണകൾക്കപ്പുറമാണ് ദൈവത്തിൻ്റെ പ്രവർത്തികൾ. ഇന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്നോട് കൂടെ ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഒരു മാൻഡിലിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളുക. എൻ്റെ മേലൊരു മാൻഡിൽ വീഴുന്ന ഒരു ദിവസമായി തീരട്ടെ കർത്താവെ. പ്രാർത്ഥിച്ചു കൊള്ളുക. റാഖോമോ യേശുവാ ലൈഹോ ഷബഹ യഹോവാ റേ എംബ്രയോ ഷാൻറ്റലറഖോഷസ്. ഒരു മാൻഡിലിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനും അത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു പുതിയ മാൻഡിൽ എൻ്റെ മേലും വീഴാൻ ഞാനും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. റാസ് മാൻഡിൽ ലബ്രോ ഷഹാസി ഖമാന ആംതേരിയ ലഗോഷ സഖന. എന്നിന് പലതും നീ തരണം ചെയ്യുമ്പോഴാണ് ആ മാൻഡിൽ നിന്റെ മേൽ വീഴുന്നത്. പലതും നീ തരണം ചെയ്യുമ്പോൾ നീ ഒരു യോസെഫിനെ പോലെ വിശ്വസ്തനായിരുന്നാട്ടെ, ഒരു എലീശയെ പോലെ വിശ്വസ്തനായിരുന്നാട്ടെ. ഓ ഹല്ലേലൂയ റുഖമോകോ സഖതയബ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരു മാൻറ്റിൽ നിന്റെ മേൽ വീണ് കഴിഞ്ഞാൽ നിന്റെ ശുശ്രൂഷയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു മാൻറ്റിൽ നിന്റെ മേൽ സ്വർഗത്തിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ നിന്റെ പ്രെയർ ലൈഫിൽ വലിയ ചേഞ്ചസ് ഉണ്ടാകും. ഒരു മാൻറ്റിൽ നിന്റെ മേൽ വീണ് കഴിഞ്ഞാൽ നിന്റെ പ്രാർത്ഥന ജീവിതത്തിനകത്തും പ്രാർത്ഥനയുടെ വാക്കുകൾക്കകത്തും തന്നെ വലിയ മാറ്റമുണ്ടാകും. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ജീവിതം മടുത്തുപോയ ആരൊക്കെയോ എന്നെ കാണുന്നുണ്ട്. ആമേൻ. ജീവിതം എനിക്ക് മതി കർത്താവേ എന്ന് പറയുന്ന ചിലർ എന്നെ കാണുന്നുണ്ട്. പക്ഷേ ദൈവാത്മാവ് പറയുന്നു, നീ അത് പറയരുത്. നീ അത് പറയാനുള്ള ഒരു മാൻഡിലല്ല നിന്റെ മേൽ കിടക്കുന്നത്. ഒരു പുതിയ പുതപ്പിന് കൊതിക്കുക, ഒരു പുതിയ അഭിഷേകം. പ്രാർത്ഥിക്കുക. ആ മാൻഡിലിന് വേണ്ടി പ്രാർത്ഥിക്കുക. ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് അത് ഇടുകയാണ്. നീ ഏലിയാവിനെ പോലെ, നീ ഏലീശയെ പോലെ നീ ആ മാൻഡിലിന് വേണ്ടി കൊതിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ മേൽ വന്നിരിക്കും. ഇതൊരു ഉത്തരവാദിത്വത്തിന്റെ പുതപ്പും കൂടെയാണ്. ഇതൊരു ഉത്തരവാദിത്വത്തിന്റെ പുതപ്പും കൂടെയാണ്. നോക്കിക്കേ, ഉൽപ്പത്തി പുസ്തകം 41:42 നാം പഠിക്കുന്ന സമയം ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരമൂരി യോസെഫിന്റെ കൈക്കിട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു, ഒരു സ്വർണസരപ്പളിയും അവന്റെ കഴുത്തിലിട്ടു. തൻ്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവിൻ എന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. അപ്പനെ സേവിച്ചു തുടങ്ങിയ ഇടത്ത് നിന്ന് ദൈവം തയ്യാറാക്കിയ മാൻറ്റിലായിരുന്നു ഇന്ന് മിസ്രയീം ദേശത്തിന്റെ മേലധികാരി എന്ന പേരിൽ തൻ്റെ മേൽ വീണിരിക്കുന്നത്. വിശ്വസ്തതയ്ക്ക് ദൈവത്തിൻ്റെ മുമ്പിലുള്ള വില ഭയങ്കര വലുതാണ്. നീ ദൈവസന്നിധിയിൽ വിശ്വസ്തതയോടെ നിൽക്കുന്നതിന് നിനക്ക് ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന വില ഭയങ്കര വലുതാണ്. നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലും ദൈവകാര്യങ്ങളിലും കാണിക്കുന്ന നിങ്ങളുടെ ആത്മാർത്ഥതയുടെ വില ദൈവസന്നിധിയിൽ ഭയങ്കര വലുതാണ്. ഉടബല ശബ്ദൽ ഖമനെ. സഹോദര, സ്വന്തം സഹോദരങ്ങൾ അപ്പനും അമ്മയും മേടിച്ചു കൊടുത്ത ഷർട്ടും പാൻറ്റും വലിച്ചൂരി കളഞ്ഞപ്പോ, ഇവനെ നഗ്നനാക്കി മിസ്രയീമിന്റെ അടിമച്ചന്തയിൽ കൊണ്ട് വിൽക്കാൻ വെച്ചപ്പോ
ഈ യോസേഫ് കരുതിയോ, എൻ്റെ ശരീരത്തിൽ നിന്ന് ഊരിയതിന് പകരം, എൻ്റെ സഹോദരങ്ങൾ എന്നിൽ നിന്ന് തട്ടിയെടുത്തതിന് പകരം, കൈകെട്ടി ഞാൻ നിന്നതിന് പകരം ഇതേ കയ്യിൽ ഞാനൊരു മുദ്രമോതിരം ധരിക്കുമെന്ന്? ശരീരത്തിൽ നിന്ന് സഹോദരങ്ങൾ തട്ടിയെടുത്ത വസ്ത്രം മാറിയപ്പോ യോസേഫ് കരുതിയോ, ഫറവോൻ കൊടുക്കുന്ന, രാജ്യത്തിന്റെ ഭരണാധികാരി കൊടുക്കുന്ന നേർമയുള്ള വസ്ത്രം ധരിക്കാനാണ് സ്വന്തം സഹോദരങ്ങൾ എന്റെ ശരീരത്തിൽ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം ഊരിയെടുക്കുന്നതെന്ന്? എന്റെ സഹോദരൻ എന്ന സ്ഥാനം പോലും നൽകാതെ ഇവനെ ആരെങ്കിലും മേടിച്ചുകൊണ്ട് പോയി കാലിച്ചന്തയിലിട്ട് വെട്ടിക്കൊന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവനെ സ്വന്തം ദേശത്തുനിന്ന് പാക്കപ്പ് ചെയ്തപ്പോ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ നാളെ സകല ജനവും ഈ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്തി മിസ്രയീം ദേശത്തിന്റെ മേലാധികാരിയായി മനസ്സിലാക്കുന്ന ഒരു സന്ദർഭം ദൈവം നാളെ വെക്കുമെന്ന്? പലരും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ അവകാശങ്ങൾ തട്ടിപ്പറിക്കുമ്പോഴും, പലരും നിങ്ങൾക്കുള്ളതിനെ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ കവർന്നെടുക്കുമ്പോഴും, പലരും നിങ്ങളുടെ വില മനസ്സിലാക്കാതെ നിങ്ങളെ എഴുതിത്തള്ളുമ്പോഴും, നിനക്ക് വേണ്ടി ആർക്കും എഴുതാൻ കഴിയാത്ത ഒരു വലിയ ശ്രേഷ്ഠമായ എഴുത്ത് നിന്നെക്കുറിച്ച് എൻ്റെ ദൈവം എഴുതി തയ്യാറാക്കി വെക്കും. നാളെ അത് നിന്റെ കയ്യിൽ തന്നെ വന്നു ചേരും. നാളെ അത് നിന്റെ പേരിൽ വന്നു ചേരും. നാളെ അത് നിനക്കുള്ളതായി തീരും. വീട്ടുകാർക്ക് വേണ്ടാത്തവനെ നാട്ടുകാർക്ക് വേണമെന്ന് ദൈവം തീരുമാനിച്ചു. സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടാത്തവനെ അനേക സഹോദരങ്ങൾക്ക് വേണമെന്ന് ദൈവം തീരുമാനിച്ചു. വീട്ടിൽ നല്ല ഭരണ സാമർഥ്യമുള്ള ഒരു വ്യക്തിയാണെന്ന് കാണാൻ കഴിയാത്ത യോസേഫിനെ രാജ്യത്തിന് ഭരണം നടത്താൻ കൊള്ളാമെന്നുള്ളവനാണെന്ന് ദൈവം തെളിയിച്ചു. നിന്നെക്കുറിച്ചും ദൈവം തെളിയിക്കുന്ന സമയം വരുന്നു. നിന്റെ വിലയെക്കുറിച്ചും നിന്റെ ശുശ്രൂഷയെക്കുറിച്ചും നിന്റെ അഭിഷേകത്തെക്കുറിച്ചും ദൈവം തെളിയിക്കുന്ന സമയം വരുന്നു. ഇതാരോടൊക്കെയോ ഉള്ള പ്രവചന ശബ്ദമാണ്. നിന്റെ ശുശ്രൂഷയെക്കുറിച്ചും നിന്റെ മേലിട്ടിരിക്കുന്ന അഭിഷേകത്തെക്കുറിച്ചും നിന്നെ ദൈവം വിളിച്ചിരിക്കുന്ന വിളിയെക്കുറിച്ചും തമ്പുരാൻ തെളിയിക്കുന്ന സമയം വരുന്നു. ആമേൻ, 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 ഹല്ലേലൂയ. ഓ ജീസസ്. കർത്താവേ, ഇന്ന് ഈ മാന്റിലിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ മേൽ ഇപ്പോൾ സ്വർഗം അത് പകരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് അത് പകരണമേ. അത് കൊതിക്കുന്നവന്റെ മേൽ ആ പുതപ്പ് വീഴട്ടെ. അത് കൊതിക്കുന്നവന്റെ മേൽ ആ പുതപ്പ് വീഴട്ടെ. അത് കൊതിക്കുന്നവന്റെ മേൽ ആ പുതപ്പ് വീഴട്ടെ. സ്വർഗീയനാഥ, നല്ല കർത്താവേ, ഞങ്ങൾക്ക് തന്ന നല്ല ആലോചനകൾക്കായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി, ഒരു പുതിയ കൃപ ഞങ്ങളുടെ മേൽ അവിടുന്ന് പകർന്ന് അത് സകലർക്കും പ്രയോജനമുള്ളതാക്കി അവിടുന്ന് മാറ്റണമേ. ഇന്ന് ഈ സന്ദേശം കണ്ട ഒരു ജനം പോലും ഈ ഒരു ആത്മസന്തോഷം തിരിച്ചറിയാതെ പോകരുത് കർത്താവേ. വലിയൊരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിച്ചതിനായി സ്തോത്രം. എല്ലാം മഹത്വം അങ്ങേക്ക്, യേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് എല്ലാ ദൈവമക്കളും, കർത്താവ് നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. ഒരു വലിയ മാന്റിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയിൽ ഈ വചനങ്ങൾ ധ്യാനിക്കുകയും ഈ ചിന്തകൾ ധ്യാനിക്കുകയും ചെയ്ത് പ്രാർത്ഥനയിൽ നിങ്ങൾ കർത്താവിനോട് ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മേൽ കർത്താവ് അത് പകരും. നമ്മുടെ സമയം കഴിഞ്ഞു പോയത് നമുക്ക് അതൊരു ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ നിർത്തിയേ മതിയാകുകയുള്ളൂ. സോ നിങ്ങൾക്ക് ഈ ശുശ്രൂഷകൾ അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഈ ലിങ്ക് കൈമാറുക. ശുശ്രൂഷയിൽ വളരാൻ ആഗ്രഹമുള്ളവർക്ക് മറ്റുമൊക്കെ നിങ്ങൾ ഈ ലിങ്ക് കൈമാറുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ ടെസ്റ്റിമണിയൊക്കെ ഞങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഇതേ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വിളിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ
എല്ലാ ദിവസവും ഞങ്ങളുടെ ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതേ ലിങ്കിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതിയാകും. സൂമിലാണെങ്കിൽ ഇതേ ലിങ്കിൽ തന്നെ ജോയിൻ ചെയ്താൽ മതിയാകും. യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ ഇതേ ചാനലിൽ വിസിറ്റ് ചെയ്താൽ മതിയാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ ലഭിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും അടുത്തൊരു ദിവസം പുതിയൊരു നിയോഗത്തോടെ സന്ദേശത്തോടുകൂടെ കർത്താവ് എന്നെ നിങ്ങളുടെ മുമ്പിൽ അയക്കട്ടെ. അന്നേരം നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെല്ലാവരെയും സൂക്ഷിക്കുമാറാകട്ടെ.